തിരുവനന്തപുരത്തെ റിസൾട്ട് 50 സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചത് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടുകാർ തലച്ചോറ് ഉപയോഗിച്ചിട്ടൊരു കാര്യം ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് ചില സമയത്ത് പറയുമായിരുന്നു, ദേ ഹാവ് നോ ബ്രെയിൻ ഇൻ ദ ബ്രെയിൻ എന്ന് വെച്ചാൽ അവരുടെ തലച്ചോറിനകത്ത് തലച്ചോറില്ല. തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അവർ കൺസിസ്റ്റൻ്റായിട്ട് അവർക്ക് കള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ചെയ്യാതിരിക്കുന്ന സർക്കാരുകളെ, പാർട്ടികളെ മാറി മാറി തിരഞ്ഞെടുക്കില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഭാരതീയതയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിഷൻ, ആ ഒരു ദർശനം ഞാൻ നമ്മുടെ ഭാരതത്തിലെ ആളുകളുടെ ഇടയിൽ കാണുന്നത്. സ്വദേശ്, സ്വരാജ്, സ്വയം പര്യാപ്തത, ഇതൊക്കെ നരേന്ദ്രമോദിജീൻ്റെ ദർശനങ്ങളല്ല, ഇതൊക്കെ മഹാത്മാഗാന്ധിജിയുടെ ദർശനങ്ങളായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എവിടെയോ ഇത് മിസ്സിങ് ആയി. 70 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മുടെ ഭാരതം, നമ്മുടെ ഭാരതീയതയ്ക്കും ഭാരതീയ സംസ്കാരത്തിനും ഭാരതീയ സംസ്കൃതിക്കും ഭാരതത്തിൻ്റെതായ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മോദിജിയുടെ മൻ കി ബാത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മോദിജിയാണ് ഖാദി പോലെയുള്ള കാര്യങ്ങൾക്കും ഭാരതത്തിൻ്റെതായിട്ടുള്ള പ്രോഡക്ട്സിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓപ്പോസിഷനല്ല. ഓപ്പോസിഷൻ മുഴുവൻ നമ്മളെ പാശ്ചാത്യ വഴികളിലേക്കും, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് ഇത്ര കൊല്ലമായിട്ട് പഠിക്കേണ്ട നമ്മൾ അല്ലേ, ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഇവിടെ, അവരുടെ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഓക്കെ, നല്ലതാണ്, കുറച്ചൊക്കെ നമ്മൾ അവരുടെ ടെക്നോളജിയും വസ്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കണം. പക്ഷെ നമ്മുടെ ഭാരതീയത മുഴുവൻ ഇല്ലാതാക്കുക, എന്നിട്ട് ആ പാശ്ചാത്യ സാമ്രാജ്യത്തിലെ അവരുടെ സംസ്കൃതിയെ നമ്മൾ ബഹുമാനിക്കുക, ഭാഷകളെ ബഹുമാനിക്കുക, അവരുടേതായ രീതികളെ നമ്മൾ ബഹുമാനിക്കുക. അതൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം തന്നെ വേറൊരു ലുക്കാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ആളുകൾ ഉടുക്കുന്ന വസ്ത്രത്തിനൊരു ശൈലിയുണ്ട്, നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിനൊരു ശൈലിയുണ്ട്, നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അല്ലേ, നമ്മൾ കൈകൊണ്ടാണ് കഴിക്കുക, നമ്മൾ ഈ ഫോക്ക് ആൻഡ് നൈഫ് വെച്ചിട്ടല്ല കഴിക്കുന്നത്. നമ്മളിപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഭാവമുണ്ട്, ഒരു ഭാവ വ്യത്യാസമുണ്ട്. അത് പാശ്ചാത്യരിൽ പലരിലും ഞാൻ കാണാറില്ല. അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ച് വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാരതീയതയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നല്ല സംസ്കാരങ്ങൾ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട്, അമേരിക്കയിലൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഡിവോഴ്സീസും സിംഗിൾ മദേഴ്സും, കുടുംബജീവിതമൊക്കെ 70% ഡിവോഴ്സ് റേറ്റ് അമേരിക്കയിൽ. അവരുടെ ആ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ, കൾച്ചറൽ വശങ്ങൾ, അത് വരുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നല്ല കേട്ടോ, സെക്യുലറിസത്തിൽ നിന്ന് വരുന്നതാണത്. ആ സെക്യുലറിസത്തിൽ നിന്ന് വരുന്ന ആ നെഗറ്റീവ് വശങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ, ഇവിടെ നിറച്ച് ഹോമോസെക്ഷുവാലിറ്റീസും അബോർഷനും ടെററിസവും ഡ്രഗ്സും ആൽക്കഹോളും അതൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താണ്? സമാധാനം, സ്വസ്ഥത, സന്തോഷം. നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കാൻ ശീലിച്ച ഒരു പ്രത്യേക രീതിയിലുള്ള മനുഷ്യരാണ് നമ്മുടെ ആളുകൾ. അത്ര അവരെ പോലെ ഒരു കൺസ്യൂമറിസ്റ്റ് കൾച്ചറോ ഈ ഇത് വേണം അത് വേണം എല്ലാം വേണം എന്നുള്ളൊരു കൾച്ചറോ ഒരുപാട് കൂട്ടി വയ്ക്കണം എന്നുള്ള ആഗ്രഹമൊന്നും നമുക്കില്ല. അവരുടേത് വെച്ച് നോക്കുമ്പോൾ, അവരുടെ സമ്പത്ത് നിങ്ങൾ നോക്കിയേ, അവർക്കുള്ള ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അവർക്കില്ലാത്തതുപോലെയുള്ളൊരു ഫീലിംഗാണ് എപ്പോഴും. നമുക്കാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാനുള്ള ഒരു കഴിവ് ദൈവം സ്വാഭാവികമായിട്ട് നമ്മുടെ സംസ്കാരത്തിലുള്ള ആളുകൾക്ക് തന്നിട്ടുണ്ട്.
എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് അല്ലാത്തൊന്നുമല്ല. നമ്മൾ വളരെയധികം കോമ്പറ്റീറ്റീവാണ് എല്ലാ ഫീൽഡിലും. നമ്മൾ കഴിവുള്ളവരാണ്, അതൊക്കെ നമ്മൾ തെളിയിച്ചും കഴിഞ്ഞു. പക്ഷേ എങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കുക, മൂത്ത ആളുകളെ ബഹുമാനിക്കുക. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ അപ്പനെ അമ്മയാണെങ്കിലും അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സിനാണെങ്കിലും ആ രീതിയിലുള്ള നമ്മളിവിടെ രീതിയിലുള്ള ബഹുമാനം വളരെ കുറച്ച് ശതമാനം ആളുകളുടെ ഇടയിലേ അതുള്ളൂ. അതുപോലത്തെ അറ്റാച്ച്മെൻറ്റ്, അവരെ അച്ഛനെ അമ്മയും സേവിക്കണം, ശുശ്രൂഷിക്കണം, സ്നേഹിക്കണം, അവരെ വാർദ്ധക്യത്തിൽ കൈവിടരുത്, അവരെ കൂടെ ഇരിക്കണം, അങ്ങനെയുള്ള ആഗ്രഹമുള്ളൊരു വളരെ ചുരുക്കം പേര് മാത്രമേ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളൂ. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്. അവരുടെ തന്നെ ജീവിതങ്ങളെ ഒരുപക്ഷെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, പലരും അവരുടെ സമയങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, അവരുടെ സൗകര്യങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, അവരുടെ ഫാമിലി ടൈം സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, പേരൻസിൻ്റെ കാര്യങ്ങളും അവരുടെ കുടുംബത്തിലുള്ള ഭാരം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന, അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ എവിടെ നിന്നും പഠിച്ചതല്ല. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്തത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും കാണുന്ന എൻ്റെ അച്ഛനിപ്പോൾ എത്ര മണിക്ക് വന്നാലും വൈകുന്നേരം നേരെ പോവാൻ എൻ്റെ അച്ഛമ്മയുടെ മുറിയിലേക്കാണ് പോവുക, അച്ഛൻ്റെ അമ്മേൻ്റെ മുറിയിലേക്കാണ് പോവുക. അവിടെ ചെന്ന് അച്ഛമ്മയെ കണ്ട് അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെയാണ് മമ്മീൻ്റെ അടുത്തേക്ക് ഞങ്ങളെ മുറിയിലേക്ക് വരിക. അപ്പോൾ അവിടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്, 4 കുടുംബങ്ങളുണ്ട്. എപ്പോഴും അവരുടെ അമ്മയ്ക്ക് ആ ഒരു പ്രാധാന്യതയും ആ റെസ്പെക്റ്റും ആ ഭവനത്തിൽ നഷ്ടപ്പെടാത്ത രീതിയിൽ അച്ഛൻ കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും വളരെയധികം പ്രാധാന്യത അവരുടെ അമ്മയ്ക്ക് വാർദ്ധക്യത്തിലാണെങ്കിലും, അവർക്ക് രോഗം വന്നപ്പോഴാണെങ്കിലും, അവരുടെ ചികിത്സ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും വീണ്ടെടുക്കാനും പറ്റില്ല. പാശ്ചാത്യരുടെ ഈ സംസ്കാരം എന്ന് പറയുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവരൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ്. അവരുടെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അവർ വളരണം, അവരുടെ പേര് വലുതാവണം, അവർ വലിയൊരു ഇതാവണം എന്നുള്ളൊരു തരത്തിലാണ് അവരുടെയൊക്കെ നീക്കങ്ങൾ. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ പിന്നെ പറയും നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, സർവൻറ്റ് ലീഡർഷിപ്പ് വേണം, അങ്ങനെയൊക്കെ അവർ പറയും. പക്ഷേ ഈ സർവൻറ്റ് ലീഡർഷിപ്പൊക്കെ നമ്മളെ ഇടയിൽ സ്വാഭാവികമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്, ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിപ്പിക്കേണ്ടി വരികയാണ് ആൾക്കാർക്ക്. പഠിപ്പിച്ചു കൊടുത്താലേ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും, അങ്ങനെ അറ്റാച്ച്മെൻറ്റ് വേണം, അങ്ങനെ എമ്പതി വേണം, മറ്റുള്ളവരോട് ഒരു കരുതൽ, സ്നേഹം, കരുണ വേണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പൈസയ്ക്ക് പുറകിലും പ്രൊമോഷന് പുറകിലും രാപ്പകൽ അധ്വാനിച്ചു കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെയോ അങ്ങ് എത്തണം, എന്തിലോ ഒന്ന് എത്തണം, അങ്ങനെ ഒരു ധാരണയാണ് അവരുടെ ഉള്ളിൽ. ആരോ അത് കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ആ ശുദ്ധവായു ഒന്ന് ശ്വസിക്കാനും, ആ പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കാനും, ആ വൃക്ഷങ്ങളും എന്താ പറയുക, കിളികളുണ്ടാക്കുന്ന ശബ്ദമൊക്കെ കേട്ട് അവിടെ ഒന്ന് ശാന്തമായിരുന്നു ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ അതിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ഞങ്ങളുടെ ജനറേഷൻ എന്ന് വെച്ചാൽ ഈ 30 to 50 ഇയേഴ്സിൻ്റെ ഇടയ്ക്കുള്ളവർ, അതിലേക്കൊന്നും അവരുടെ മനസ്സേ പോകുന്നില്ല. ഫുൾ ടൈം ഒന്നുകിൽ ഫേസ്ബുക്കിലെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ള സമയം മുഴുവൻ പഠിക്കാനും പ്രവർത്തിക്കാനും. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫുള്ളി എൻഗേജ്ഡ് ആണ്. പിന്നെ കിട്ടുന്ന കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ, പലരും ഡ്രഗ്സിൻ്റെ പുറകെ പോകുന്നു, പലരും മദ്യപാനത്തിന് പുറകെ പോകുന്നു, വേറെ പെൺകുട്ടികളുടെ പുറകെ പോകുന്നു, ആൺകുട്ടികളുടെ പുറകെ പോകുന്നു. രാത്രി ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങുന്നില്ല. ഇതൊക്കെ ഒരു 60 വയസ്സ് 65 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ എഫക്റ്റ് അറിയുക. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പല രീതിയിലുള്ള രോഗങ്ങൾ വരും. ആ രോഗങ്ങൾ വന്ന് നമ്മുടെ ശരീരം തളർന്നു പോകും. എന്തിന് 45-48 വയസ്സിലൊക്കെ ആൾക്കാർ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നെ മോശമായിട്ടുള്ള വഴികളിലൊക്കെ പോയിട്ട് അതിനൊക്കെ അടിമപ്പെട്ടിട്ട് മരിച്ചു പോകുന്നവരെ ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. പിന്നെ നമ്മളിവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഭാരത് മാതാ കി ജയ് ആണോ പറയേണ്ടത്, അതോ അള്ളാഹു അക്ബർ ആണോ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അൺനെസസറി കോൺട്രവേഴ്സീസും നമുക്കുണ്ട്. ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സീസാണ്. നമ്മളിവിടുത്തെ റോഡ്
ഇത്രയും കാലമായിട്ട് വീതി കൂടിയിട്ടില്ല. നമ്മളെ റെയിൽ പാളങ്ങൾ, നമ്മുടെ അതിൻ്റെ പാത ഇരട്ടിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് എത്ര കാലം നമുക്കറിയാം അല്ലേ. പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ എയർപോർട്ട്സിൻ്റെ അവസ്ഥ എന്താണ്, എല്ലാം വളരെ എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വലിയ വലിയ പട്ടണങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗുണനിലവാരം കുറഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമ്മളെ ടൂറിസത്തിൻ്റെ അവസ്ഥ എന്താണ്, വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ കോഴിക്കോട് കേരളത്തിലൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നതും ബാംഗ്ലൂരിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴും നമുക്ക് അതിൻ്റെ ആ പ്രൊഫഷണലിസത്തിൻ്റെയും അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെയും അവർ ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഒക്കെ നോക്കിയാൽ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പോരാ. അത് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധയും പൈസയും പ്ലാനും ഒക്കെ എന്താ പറയുന്നത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുന്ന നല്ലൊരു അവസ്ഥയിലേക്ക് വന്നാൽ നമ്മളെ ടൂറിസം എവിടെയോ എത്തും. നമ്മളിപ്പോൾ എന്താണ് കുറച്ച് ആയുർവേദ ഇതിലൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നാച്ചുറലായിട്ട് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ടെക്നോളജീസ് ഇങ്ങോട്ട് വരണം. ഇവിടെ ടെക്നോളജീസ് ഒന്നും വരുന്നില്ല. നമുക്കറിയാം ഇവിടെ അതിന് ടെക്നോളജിക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടേക്ക് വരുന്നില്ല. അത് വേറെ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. നമ്മുടെ ഹൈവേസും നമ്മുടെ എല്ലാം ഇടുക്കമുള്ള അവസ്ഥയാണ്. ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല. നമ്മൾ എവിടെ എത്തേണ്ടതായിരുന്നു. തമിഴ്നാടും കർണാടകമാണ് നമ്മൾ അടുത്ത സംസ്ഥാനങ്ങൾ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്തേണ്ടതായിരുന്നു. നമ്മൾ നേരത്തെ മുതൽ വിദ്യാസമ്പന്നരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. നേരത്തെ മുതൽ ഒരുപാട് പേര് ഗൾഫിലും അമേരിക്കയിലൊക്കെ സെറ്റിൽഡാണ്. അത് അവർക്കും അറിയാം. ഇത് ഞാൻ പറയുമ്പോൾ പല ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ അനുഭവമായിരിക്കും. അവരിപ്പോൾ പണ്ടത്തെ അവർ കർണാടകവും കണ്ടിട്ടുണ്ട്, പണ്ടത്തെ ബാംഗ്ലൂരും അവർ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ നോർത്തിലും നമ്മുടെ അടുത്ത് തന്നെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആ വ്യക്തികൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അവിടെയൊക്കെ പണ്ടുണ്ടായിരുന്നതിനേക്കാളും എന്താ പറയുക 10 ഇരട്ടി 20 ഇരട്ടി 100 ഇരട്ടി ഡെവലപ്മെൻറ്റാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ അന്നുണ്ടായിരുന്ന അതേ അവസ്ഥ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ നിക്ഷേപങ്ങൾ വരണം, നിക്ഷേപകർ വരണം. നമുക്കിവിടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടുകയും നല്ല വരുമാനം ലഭിക്കുകയും ഇവിടെ തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണതലത്തിൽ PhD വരെ ഏത് ലെവൽ വരെ അവർ പഠിക്കാൻ ആഗ്രഹിച്ചാലും ഏത് ഫീൽഡിലാണെങ്കിലും അതിനുള്ള എന്താ പറയുക അത് ലഭിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളും നല്ല ഉന്നത തലത്തിലുള്ള സൗകര്യങ്ങളും നല്ല ലെവലിലുള്ള പ്രൊഫസർമാർ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളം കംപ്ലീറ്റ്ലി മാറും, മൊത്തത്തിൽ മാറും. ഇപ്പോൾ ഉള്ള ആ പ്രതിച്ഛായ ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായത് നമുക്ക് എന്താ പറയുക നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ പോലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിയിലും നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റിൻ്റെ സാധ്യതകളുണ്ട്. പിന്നെ ഫിഷറീസിലും നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് സാധ്യതകളുണ്ട്. ഇതൊന്നും വരുന്നില്ല, ഇതൊന്നും നടക്കുന്നില്ല. UPA സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് മന്ത്രിമാരുണ്ടായിരുന്നു, പക്ഷെ ആ മന്ത്രിമാർക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടേക്ക് പ്രത്യേകമായിട്ടുണ്ടെങ്കിലും ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നമുക്കറിയാം ഇപ്പോൾ ബീഹാറിലെ നിതീഷ് കുമാർ ഇപ്പം മോദിജിയായിട്ട് ചേർന്ന് അവിടെ ഒരു സെൻട്രൽ ഫോം ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്. മോദിനെ ഫുൾ സപ്പോർട്ടുണ്ട് നിതീഷ് കുമാറിന്. ബീഹാറിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് ഇപ്പോൾ? എല്ലാ പുതിയ പദ്ധതികളും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും എത്ര വന്ദേ ഭാരതാണ് ഇറക്കിയത്. നമ്മളെ നാട്ടിൽ നിന്ന് അവർ അങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ നാടിന് അവർക്ക് ചെയ്യാൻ കഴിയുന്ന അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ പോലും ദേ അണ്ടർസ്റ്റാൻഡ്. നമ്മളെ നാട്ടിലെ ആളുകൾ തന്നെ അസ്വസ്ഥരാവുകയാണ്. എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് മോദിജി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, നമുക്ക് വേണ്ട.
അത് സംഘിയുടെയാണ്, അത് മങ്കിയുടെയാണ്, നമുക്ക് വേണ്ട. ഇവിടെ അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയാണ്. അങ്ങനെ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഈ വിഴിഞ്ഞം സീപോർട്ട് വന്ന സമയത്ത് അന്ന് ആ അദാനിക്ക് അതിൻ്റെ ആ ചുമതല കൈമാറിയ ആ ദിവസം, അന്ന് പിണറായി സർക്കാർ തോറ്റു. അന്ന് ഇന്ത്യ അലയൻസ് മുഴുവനായും തോറ്റു. അത് കഴിഞ്ഞ് നടന്ന ഇലക്ഷനൊക്കെ നിങ്ങൾ നോക്കുക, ഡൽഹി ഇലക്ഷൻ ആണെങ്കിലും ബീഹാറിലെ ഇലക്ഷൻ ആണെങ്കിലും എല്ലാം ഇന്ത്യ അലയൻസ് പരാജയപ്പെടുകയാണ്. കാരണം ഇത്രയും കാലം ഇന്ത്യ അലയൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അംബാനിയും അദാനിയും കള്ളന്മാരാണ്. അദാനിക്കെതിരെ അമേരിക്കയിൽ കേസുണ്ട് അത്രേ. അമേരിക്കയിൽ കേസുണ്ട്, അദാനി കള്ളനാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാദിച്ചിട്ട് ആ സമയങ്ങളിലാണ് ആ വിഴിഞ്ഞത്തെ സീപോർട്ട്, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും ഓടുമായിരുന്നു. ലെഫ്റ്റിനും വേണം, റൈറ്റിനും വേണം, എല്ലാവർക്കും ക്രെഡിറ്റ് വേണം. അവസാനം മോദിജിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്, അദാനിയാണ് നടത്തുന്നത്. പിന്നെ എന്ത് ക്രെഡിറ്റ്? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആർക്ക് ക്രെഡിറ്റ് കിട്ടും, ഏത് പൊളിറ്റീഷ്യനായിരിക്കും അതിന് മഹത്വം കിട്ടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അതൊരു വളരെ നേരോ മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ നമ്മൾ വളർച്ച പ്രാപിക്കേണ്ട ആവശ്യമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഇപ്പം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള കാരണം, പ്രത്യേകിച്ച് ഈ BJP ക്കകത്താണെങ്കിലും ഡെവലപ്മെൻറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ ക്രെഡിറ്റ് എടുക്കാനുള്ള ഭ്രാന്ത് കുറവാണ്. ആരും ക്രെഡിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക, ക്രെഡിറ്റ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതൊരു പുതിയ ശൈലിയാണ്. നമ്മുടെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തകർക്ക് തുടങ്ങി നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഓപ്പോസിഷൻ ലീഡേഴ്സിന് വരെ ക്രെഡിറ്റ് കൊടുക്കുന്ന രീതി, അതാ മോദിജിയുടെ രീതി. അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമുക്കും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഡൊണാൾഡ് ട്രംപ് വരെ മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ശൈലി ഇതുവരെയും പ്രയോഗിച്ച് നോക്കിയിട്ടില്ല. ഓപ്പോസിഷനിലുള്ള ആളുകൾ എനിക്കെതിരായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടും ആ വ്യക്തികൾക്ക് പോലും ക്രെഡിറ്റിൽ ഷെയർ കൊടുക്കുന്നു. അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും അവർക്കൊരു ക്രെഡിറ്റ് കൊടുക്കുക, അവരെ ബഹുമാനിക്കുക, അത് മോദിജിൻ്റെ ഒരു ശൈലിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന അതേ തത്രപ്പാട് മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കാനും നമ്മൾ നമ്മുടെ നാടിന് നന്മ ആഗ്രഹിക്കാനും വേണ്ടി കാണിച്ചാണ്ടല്ലോ നമ്മളെ നാട് എവിടെയോ എത്തിപ്പോകും. ഇതൊക്കെയാണ് ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട നല്ല കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. വേണ്ടാത്ത സകലം നമുക്ക് വേണം. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടാത്തത്, അവർക്ക് കമ്മ്യൂണിസം വേണ്ട, അത് നമുക്ക് വേണം. അവർക്ക് സോഷ്യലിസം വേണ്ട, അത് നമുക്ക് വേണം. അവർക്ക് ഹോമോസെക്ഷുവാലിറ്റി, അബോർഷൻ, ടെററിസം, ഡ്രഗ്സ്, ആൽക്കഹോളിസം, അതിൻ്റെ ആ അങ്ങേയറ്റം സെക്യുലറിസം അവിടെ അങ്ങേയറ്റം അത് എത്തിച്ചപ്പോൾ അതങ്ങ് ഒഴിവാക്കി അവിടുത്തെ ആൾക്കാർ വലിച്ചെറിയാണ് അവർ. അതൊക്കെ നമുക്ക് വേണം. അവർ തരുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ട, അവർ തരുന്ന നന്മകൾ നമുക്ക് വേണ്ട. നല്ല വഴികൾ, പാപരഹിതമായ സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക, സേവിക്കുക, സഹായിക്കുക, ബഹുമാനിക്കുക, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടാത്ത, അവർ തന്നെ അവരുടെ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടത്. ഡിസ്കോ വേണം, രാത്രി മുഴുവൻ മദ്യപിച്ച് പാട്ടുപാടി മോശമായിട്ടുള്ള ഡാൻസുകളൊക്കെ കളിച്ച് അങ്ങനെയുള്ള എന്താ പറയുക പല രീതിയിലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനകത്ത് എന്തോ ഒരു സന്തോഷമാണ്. അതിലേക്കൊക്കെ കുട്ടികളും പൈസ കുറച്ച് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽസും വീണുകൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നില്ല അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാം, എന്തൊക്കെ ദാരിദ്ര്യങ്ങൾ വരാം, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് അത് വീഴുന്നത്? സ്ട്രെസ്സ്, മുഴുവൻ സമയം ജോലിയാണ്, ഒരു റിലാക്സേഷൻ ഇല്ല. കുടുംബജീവിതം ഉള്ളവരാണെങ്കിൽ അതിനകത്തും അവർക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ പല കുടുംബങ്ങളും തകർന്നു പോകുന്നു. മക്കളെ നോക്കാൻ സമയമില്ല, ഭാര്യേൻ്റെ കൂടെ കിടക്കാൻ സമയമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ സമയമില്ല. ഇനി ഇത് ഞാൻ വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. സമയമുള്ളത് എന്തിനാണ്? കുറേ ടെലിവിഷൻ കാണാനും, കുറേ റീൽസ് കാണാനും, കുറേ പോസ്റ്റുകൾ കാണാനും, പിന്നെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകാനും. നമ്മുടെ വാല്യൂസ്, നമ്മുടെ ഭാരതത്തിൻ്റെ വാല്യൂസ്, ഭാരതത്തിൻ്റെ സംസ്കാരം, അതിനു വേണ്ടി അത് മനസ്സിലാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ നമ്മുടെ പൂർവജന്മാരൊക്കെ കുറേ കൊല്ലങ്ങൾ രോഗമില്ലാതെ ജീവിച്ചിട്ടുണ്ട്.
ഞാൻ എൻ്റെ ക്ലിനിക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്ത സമയത്ത് ആൾക്കാർക്ക് നോട്ടീസൊക്കെ വിതരണം ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോമിയോപ്പതി നല്ല ചികിത്സയുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു കടയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ നല്ലൊരു 90s-ലുള്ള 3-4 പേര് അവിടെ നിൽക്കുന്നത്, 80s 90s. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും, അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഞാൻ ഇത് കൊടുത്ത്. അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ കാലാകാലമായിട്ട് ആയുർവേദമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു രോഗമില്ല, അവർക്ക് പ്രത്യേകിച്ചൊരു രോഗം അവരുടെ ശരീരത്തിലില്ല. ഷുഗറില്ല, പ്രഷറില്ല, ആർത്രൈറ്റിസ് ഇല്ല, ഇതൊന്നുമില്ല അവർക്ക്. അപ്പോൾ ഇതെല്ലാവരും ഹെൽത്തിയാണ് 80s 90s-ലും. എന്താണ് അവർ സീസണൽ ഫ്രൂട്ട്സും സാധാരണ ഭക്ഷണങ്ങളുമാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ദിനചര്യയും അവരുടെ രീതിയും അത് കാരണമാണ് അവർക്ക് രോഗമൊന്നുമില്ലാത്തത്. അവർ വളരെ സാധാരണ വീട്ടിൽ സാധാരണ രീതിയിൽ കഴിയുന്ന സാധാരണ മനുഷ്യർ. പക്ഷേ നമ്മൾ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ രോഗവും കിട്ടുകയാണ്. കുട്ടികൾക്ക് വേണ്ട എന്താണ് ഫ്രഞ്ച് ഫ്രൈസും കുറേ KFC-യും പിന്നെ കുറേ കൊക്കക്കോളയും. ഇതൊക്കെ ശരീരത്തിന് ഹാനികരമാണെന്ന് ആരൊക്കെ നമുക്ക് പറഞ്ഞു തന്നാലും നമ്മൾ ഇളനീരിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സീസണൽ ഫ്രൂട്ട്സിലേക്കോ നമ്മൾ തിരിയോ ഇല്ല. നമുക്കതൊന്നും വേണ്ട, നമുക്കതിൻ്റെ വിലയില്ല, അതിന് വില കൊടുക്കുന്ന ആരാണ്? പുറമേ നിന്ന് വരുന്നവർ. അവരിവിടെ വരുമ്പോൾ കൊക്കക്കോള മേടിച്ച് കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരിവിടെ വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഇങ്ങനത്തെ കോക്കനട്ട് കിട്ടുമോ, ഇത് കിട്ടുമോ, അത് കിട്ടുമോ. ഇവിടുത്തെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് വേണം. അവിടെ അവർ കൂടുതൽ വില കൊടുത്തിട്ട് മേടിക്കുന്ന അതേ സാധനങ്ങൾ ഇവിടെ വളരെ ചീപ്പായിട്ട് അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കിട്ടുന്നു. അവരുടെ കയ്യിൽ അവർ സേവ് ചെയ്തിരുന്ന ചെറിയൊരു തുക അവർ ചിലവഴിച്ചാൽ അവർക്ക് നല്ല സന്തോഷമായിട്ട് ഇവിടെ ഒരു 10-15 ദിവസം ജീവിച്ചിട്ട് പോകാം. അവർക്ക് അത്രയും സന്തോഷം അവിടെ അവരുടെ നാടുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരിവിടേക്ക് വരുമോ? നമ്മുടെ ഒരു സംഗതിയാണ് യോഗ. ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് യോഗയിലെ ചില ആസനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ വിശ്വാസിച്ച് വന്ന ശേഷവും ചില കാര്യങ്ങളൊന്നും ഞാൻ ഒഴിവാക്കിയില്ല. കാരണം അതൊക്കെ നല്ല ആസനങ്ങൾ, വെറും ബ്രീതിങ് എക്സസൈസാണ്. അതുകൊണ്ടൊന്നും പിശാചിൻ്റെ ഉള്ളിൽ കയറും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പിന്നെ ക്രിസ്തു യോഗ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട്. ക്രിസ്തു മുഖാന്തരം ദൈവവുമായിട്ട് ചേരുന്നതാണ് ക്രിസ്തു യോഗ. അപ്പോൾ ഞാൻ ഈ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല സന്തോഷം, നല്ല സമാധാനം, ഒരു കൂള് ഫീൽ ചെയ്യുക എപ്പോഴും, എല്ലാ ദിവസവും. ഞാൻ എൻ്റെ ബാക്കി എക്സസൈസൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അവസാനം യോഗാസനമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ നിർത്തുന്നത് എൻ്റെ എക്സസൈസ് സ്കെഡ്യൂൾ. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അതിലെ ചില ആസനങ്ങളൊക്കെ പഠിച്ചത്. ആ സമയം തൊട്ടേ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റൊന്നും നമ്മുടെ ആൾക്കാർക്ക് വേണ്ട. നമ്മളെന്തോ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടോ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരു പൊളിറ്റിക്സിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യണം. അതൊന്നുമല്ല. ഇതിനൊക്കെ ഒരുപാട് ലാഭങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന്. പിന്നെ എന്നെ കാണുന്ന എൻ്റെ കോളേജിൽ പഠിച്ച, എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നോക്കി, മനോജ് നീ ഇപ്പോഴും അതേ ലുക്കാണല്ലോ, ഞാൻ ലുക്കിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സത്യം പറയാം കേട്ടോ, എനിക്ക് വലിയ ലുക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണ് നല്ലോണം വയറൊക്കെ ചാടിയ ഒരവസ്ഥയാണ്. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞാൽ അത്ര കുറച്ചും കൂടെ തിന്നായിരുന്നു. ഇപ്പം അതും ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പോലും അറിയാതെ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നോട്ടീസ് ചെയ്യുന്നത്? ഞാൻ സന്തൂർ സാബ് ഉപയോഗിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്രാൻഡ് ഹോമിയോ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒരു പ്രത്യേക ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ ക്രീമും പൗഡറും ഒന്നും തൊടാറേയില്ല. മാക്സിമം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ ചില കലൻഡുല, സൾഫർ എന്നൊക്കെ പറഞ്ഞ ക്രീമുണ്ട്. അത് സിംറ്റമാറ്റിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഞാൻ ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നോട് ഒരാൾ പറഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞാൽ കറുക്കുന്നു പോലും. ഈ കറുപ്പും വെളുപ്പൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എനിക്ക് അത് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ കറുപ്പും വെളുപ്പും, വെളുപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കറുപ്പിന് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കുക. ഹെൽത്തി ആണോ സ്കിന്ന്? അതാണ് വേണ്ടത്. കറുപ്പോ വെളുപ്പോ അല്ല പ്രധാനം. സ്കിൻ ഷുഡ് ബി ഹെൽത്തി. പിന്നെ ഇപ്പം ഫേസ് കട്ട്, സിമെട്രിക്കൽ ഫേസ് കട്ട്, എക്സാക്ട് സിമെട്രിക്കൽ ഫേസ് കട്ടുള്ള എത്ര പേരുണ്ട് ഈ ലോകത്തിൽ? അവരൊക്കെ ആയിരിക്കും മോഡലിങ്ങിനൊക്കെ പോകുന്നത്, മോഡലൊക്കെ ആവുന്നത്. സിമെട്രിക്കൽ ഫേസ് ആണല്ലോ, ഫേഷ്യൽ സിമെട്രി. 2 വശം ഒരേ സിമെട്രിക്കലായിട്ടുള്ള ഫേസുള്ളവർ കുറച്ചും കൂടെ ഭംഗി തോന്നും ആളുകൾക്ക് കാണുമ്പോൾ, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഭംഗിയൊക്കെ ഇരിക്കുന്നത് നമ്മുടെ കണ്ണിലാണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പൈസ ചിലവാക്കണം. നിങ്ങളെ സ്കിൻ ഹെൽത്തിയാണ്, നിങ്ങൾക്ക് ഡിസീസസ് ഒന്നുമില്ല, ആക്നെ ഒന്നുമില്ല, വാട്സ് ഒന്നുമില്ല, ദാറ്റ്സ് സഫിഷ്യൻറ്റ്. നിങ്ങൾക്ക് ചൊറി, ചുണങ്ങ്, അങ്ങനത്തെ പരിപാടി, അതൊക്കെ പല അലർജി രോഗങ്ങളും പല രോഗങ്ങളിലും അത് വരും. അതൊന്നുമില്ല, ദാറ്റ്സ് സഫിഷ്യൻറ്റ്. അതൊക്കെ കഴിയുമെങ്കിൽ ഹോമിയോപ്പതി മാതിരിയുള്ള ചികിത്സ എടുത്തിട്ട് അകത്തുനിന്ന് അത് മാറ്റാൻ നോക്കുക. പുറത്തുനിന്ന് റേഡിയേഷൻ അടിച്ച് മറ്റടിച്ച് തടിച്ച് അവസാനം ആ സ്കിൻ മുഴുവൻ കേടാവും, ശരീരം മുഴുവൻ പിന്നെ റിങ്കിൾസ് ആയിരിക്കും, പെട്ടെന്ന് റിങ്കിൾസും വരും. പിന്നെ ഡൈ ഉപയോഗിക്കുന്നത്, ഞാൻ നേരെ ഡൈ ഉപയോഗിച്ചിട്ടില്ല. ചില ആൾക്കാർ പറയും മനോജിന് നിര ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഡൈ ഉപയോഗിക്കാത്തത്. എനിക്കും ഇടയ്ക്കിടയ്ക്ക് ചില മുടികളൊക്കെ ഇതാവുന്നുണ്ട്, നിര വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഡൈ ഉപയോഗിക്കാറില്ല. എനിക്കറിയാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാർശ്വഫലങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഗതി? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഏജ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരും. നമ്മൾ ഈ കെമിക്കൽസ് ഉള്ള കാര്യങ്ങളൊക്കെ കുറേ ഉപയോഗിച്ചുകൊണ്ട് അതൊന്നും മാറാൻ പോകുന്നില്ല. അത് ഒരു ചെറിയ ലെവലിൽ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. അത് പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലോങ് റണ്ണിൽ അത് കേടാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് മുതൽ നമ്മുടെ നമ്മുടെ DNA വരെ ചിലപ്പോൾ ചേഞ്ചസ് വരും. നമ്മൾ അടുത്ത ജനറേഷനിലായിരിക്കും ചിലപ്പോൾ ആ DNA ചേഞ്ചസ് ഒക്കെ നമ്മൾ അറിയാൻ പോകുന്നു. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ ആ കെമിക്കൽ ഈ കെമിക്കൽ എല്ലാ കെമിക്കലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അടിച്ച് കസറുകയാണ്. കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും സയൻറ്റിസ്റ്റ് പറയാം, അയ്യോ അങ്ങനെ ഒരു സാധനം, ആ സാധനത്തിനകത്ത് അങ്ങനെ ഒരു കെമിക്കലാണ്. പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പണ്ട് ജീവനായിരുന്നു. ഇപ്പോൾ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ കാരണം വരുന്ന ലിവർ ഡിസീസ് കൊണ്ട് ആൾക്കാർ മരിക്കും. കാരണം എന്താണ്? തലവേദന വന്നത്. തലവേദന വന്നാൽ പിന്നെ അതിന് പ്രകൃതിയെ മാറ്റാൻ കഴിയുന്ന പല ചികിത്സകളും ഉണ്ട്. ഒന്നാമത് നിങ്ങളെ ഉറക്കം ശരിയാക്കുക, ഭക്ഷണശൈലി ശരിയാക്കുക, വെള്ളം ധാരാളം കുടിക്കുക, കഴിയുമെങ്കിൽ കുറച്ച് യോഗാസനം ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ പ്രത്യേക തലവേദനയുടെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, സിംറ്റംസ് ഒന്നുകിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് അയാൾക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിരുന്നിട്ട് അത് മുഴുവൻ എഴുതി വെച്ചിട്ട്, നിങ്ങൾ ഹോമിയോപ്പതിയുടെ പുസ്തകങ്ങളുണ്ടാവും, അതൊക്കെ ഓൺലൈൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ തലവേദന കറക്റ്റായിട്ട് ഏതിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഏതിലാണ് ഏറ്റവും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, നിങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങളെ വേറെ ആൾക്കാർ അറിയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ സത്യം തുറന്ന് പറയൂല. അത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 1-2 ഡോസ് കഴിക്കുക. തലവേദനയൊക്കെ പോവും. അല്ലെങ്കിൽ ആ തലവേദനകൾ കഴിച്ച് ഈ പാരസെറ്റമോൾ കഴിച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്രെയിൻ ട്യൂമർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ വയറ്റിൽ അൾസർ വരും, ലിവറിന് കംപ്ലയിൻറ്റ് വരും. ഇതൊക്കെ ഈ മരുന്ന് കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. അതൊരു ചികിത്സയല്ല. നമുക്കിവിടെ ആയുർവേദത്തിൽ പല സിസ്റ്റംസും ഉണ്ട് ഇങ്ങനത്തെ ഈ തലവേദനകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള രീതികളുണ്ട്. അതൊന്നും നോക്കാതെ നമ്മൾ നേരിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ മെഡിസിനിലേക്കാവും. അവരൊക്കെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ക്യൂർസാണ് ഇപ്പോൾ വേണ്ടത്. അവിടെ ഇപ്പോൾ നാച്ചുറോപ്പതിയും നേച്ചർ ക്യൂറും അതൊക്കെ അവർക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? നേച്ചറിൽ നിന്ന് മാറിയിട്ടുള്ള ആ കെമിക്കൽസും റേഡിയേഷനും ഒക്കെ ഉള്ളത്. ഈ കെമിക്കൽസും റേഡിയേഷനുമാണ് ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അത് പിന്നീട് നമ്മുടെ തലമുറകളിലേക്ക് വരും. നമ്മുടെ ഇമ്മ്യൂണിറ്റി, റെസിസ്റ്റൻസ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്നുകൾ കൂടുമ്പോൾ റെസിസ്റ്റൻസ് പവർ കുറയും. മരുന്നൊന്നും കഴിക്കാത്ത നമ്മുടെ ആൾക്കാർ അവർ ചിലപ്പോൾ കൂടുതൽ വിർലൻ്റ് ആയിട്ടുള്ള വൈറസിനെയും ബാക്ടീരിയ ഒക്കെ അവർ അതിജീവിച്ചിട്ടുണ്ടാവും. അവർ മരുന്ന് കഴിക്കാതെ തന്നെ അത് അതിജീവിച്ചു. പക്ഷെ അത് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ മരുന്ന് കഴിച്ചിട്ട് അതിനെ കൊല്ലുമല്ലേ, ഈ ബാക്ടീരിയ വൈറസിനെയും ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ട്. അതിനെ പിന്നെ അതിജീവിക്കാനുള്ള ശേഷി പല ആളുകൾക്കുമില്ല. അപ്പോൾ ഇത് ഞാനെന്ന് പറയുമ്പോൾ ചിലർ പറയും അത് അലോപ്പതിക്കെതിരെ സംസാരിക്കാം. അലോപ്പതിക്കെതിരെ അല്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അലോപ്പതി വേണം, നമുക്കറിയാം അല്ലേ.
പെട്ടെന്ന് ഒരാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നോ, നമ്മളെങ്ങോട്ടാണ് പോവുക? ഹോമിയോപ്പതീൻ്റെ അടുത്തേക്കാണ് പോവുക, ആയുർവേദൻ്റെ അടുത്തേക്കാണ് പോവുക, നമ്മൾ ഈ യോഗാസനം പഠിക്കാനാണ് പോവുക. പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മളെങ്ങോട്ടാണ് പോവുക? അപ്പോൾ ഇതൊക്കെ എനിക്കും അറിയാം. എത്രയോ രോഗങ്ങളുണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, ആയുർവേദക്കാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, അലോപ്പതിക്ക് ഒരു ആശ്വാസമെങ്കിലും തരാൻ കഴിയുന്ന ചില കേസിൽ സർജറി ചെയ്ത് രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. ഈ സർജറി കൊണ്ട് രോഗം പൂർണ്ണമായിട്ട് മാറുകയാണോ, ആ അവയവം പൂർണ്ണമായിട്ട് മാറുകയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര കേസാണ് പൈൽസ്, ഹെമറോയിഡ്സ്, വെരിക്കോസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ദിനചര്യ ശരിയാണെങ്കിൽ, നമ്മൾ എക്സസൈസും പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിനും പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളൊന്നും നമുക്ക് വരില്ല. പല ആളുകളും നിൽക്കുന്ന ജോലിയാണ്. അപ്പം നിൽക്കുന്ന ജോലിയാകുമ്പോൾ ഇതൊരു ഒക്കുപ്പേഷണൽ ഡിസീസാണെന്നും പറഞ്ഞിട്ട് ആൾക്കാർ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. വെരിക്കോസ് എല്ലാവർക്കും വരണം. പക്ഷെ നിന്ന് ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാർക്ക് വെരിക്കോസ് വരുന്നില്ല. എന്താ വരാത്തത്? പൈൽസ് സ്മോക്കേഴ്സിനും ആൽക്കഹോളിക്സിനും മീറ്റ് അധികം കഴിക്കുന്നവർക്കും വരുന്ന സംഗതിയാണ് ഈ ഹെമറോയിഡ്സ്. അപ്പോൾ ഞാനൊക്കെ വെജിറ്റേറിയനാണ്. അപ്പോൾ വെജിറ്റേറിയൻ, നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടൂല, നിങ്ങൾക്ക് ഇത് കിട്ടൂല, അത് കിട്ടൂല. ഈ പ്രോട്ടീൻ കിട്ടാത്ത കുറേ ആളുകളാണ് നമുക്ക് കബഡി കളിച്ചിട്ട് കബഡി പോലെയുള്ള സ്പോർട്ടിൽ നമുക്ക് വേണ്ടി കബഡി കളിച്ചിട്ട് ഗോൾഡ് മെഡൽ വരെ മേടിക്കുന്നത്. അപ്പോൾ എന്നാൽ ഇന്ന് കൊച്ചാക്കണം, അത്രയേ ഉള്ളൂ മറ്റുള്ളവരെ. അപ്പോൾ ഈ മീറ്റ് അധികം കഴിക്കുന്നത് കൊണ്ടും ആൽക്കഹോളിസം കൊണ്ടും സ്മോക്കിംഗ് കൊണ്ടും വരുന്ന ഒരു രോഗമാണ് ഹെമറോയിഡ്സ്. അതൊരു രോഗമല്ല വാസ്തവത്തിൽ പറഞ്ഞത്. അതിൻ്റെ നിങ്ങൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയാണത് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ വെയിൻസ് അതുപോലെ ആയി വരില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഡോക്ടർമാർക്ക് മാത്രമേ ചിലപ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ, സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മളെ ദിനചര്യ നമ്മൾ ശരിയാക്കുന്നില്ല? നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന എത്രയോ ജനറേഷൻസ് ഈ കേരളത്തിലെ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ട്യൂഷൻ മാസ്റ്റർ പറയുമായിരുന്നു, നമ്മളെ ഇവിടുത്തെ വീടുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് അല്ലെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് പറ്റിയ വീടുകളല്ല ഇവിടെ ഇപ്പോൾ നിർമ്മിക്കുന്നത്. കേരളത്തിന് പറ്റിയ വീടെന്ന് പറഞ്ഞാൽ ആ ഓടിട്ട വീടുകളാണ്. AC-ൻ്റെ ആവശ്യമില്ല. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം അങ്ങോട്ട് പോകും. ആ കൺസ്ട്രക്ഷനും ആ രീതിയിലാണ് വേണ്ടത്. പിന്നെന്താണ്, അകത്ത് നല്ല തണുപ്പും ഉണ്ടാവും. പക്ഷേ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന വീട് ഏതാണ്? നമ്മളെ ഈ ടെറസ് വീടുകളാണ്. ഇപ്പോൾ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട് ചില ആളുകൾ, അതും ഇതും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു ആർക്കിടെക്ചറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആ വീടുകൾ, ഇപ്പം ഞാനിരിക്കുന്ന ആ വീടടക്കം നല്ല ചൂടാണ്. പകൽ സമയം മുഴുവനും, രാത്രിയിലും ഭയങ്കര ചൂടാണ്. ആ ചൂട് റേഡിയേറ്റ് ചെയ്യുന്നതാണ് ഭൂമിയിൽ നിന്ന്, നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ആ ചൂട്. അപ്പോൾ പിന്നെ AC വേണ്ടി വരും. ആ AC കൊണ്ട് ഓസോൺ ഒരുപാട് കേട് സംഭവിക്കും. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഈ AC-ൻ്റെ ആവശ്യമുണ്ട്. ആ AC കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കേട് നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ? ഈ AC കാരണമാണ് ഒരുപാട് പേർക്ക് ബ്രീതിങ് ട്രബിൾസ് ഉള്ളത്. അത് അവർക്കും അറിയാം. AC ഒന്നുമില്ല, നല്ലൊരു സാധാരണ രീതിയിൽ ചെറിയൊരു ഫാനും വെച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ അവർക്ക് ആ പ്രത്യേക ബ്രീതിങ് ട്രബിൾസ് വരില്ല. ആ ബ്രീതിങ് ട്രബിൾസ് പലതും വരുന്നത് ആ ടെമ്പറേച്ചർ പെട്ടെന്ന് മാറുന്നത് അവരുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല. അലർജി, ചൂടുന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് വരികയാണ്. അപ്പോൾ തണുപ്പിനോട് അലർജി ഉള്ളവരുണ്ടാവും, തണുത്ത കാറ്റിനോട് അലർജി ഉണ്ടാവും, അവർക്ക് ഡസ്റ്റിനോട് അലർജി ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെന്തായി, രാത്രിയിൽ പെട്ടെന്ന് നെട്ടി എണീക്കുകയാണ്, പാനിക്, ശ്വാസം കിട്ടാത്ത രീതിയിൽ. ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടർ പറയും ഇത് അലർജിയാണ്, ഇതിന് വേറൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല ചികിത്സയുണ്ട്. അങ്ങനെ വരുന്ന രാത്രി ശ്വാസം കിട്ടാതെ വരുന്ന വാതിലൊക്കെ തുറന്നിടേണ്ട ഒരവസ്ഥ, ആ AC കിടന്നാൽ പോലും നമുക്ക് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളവരുണ്ട്. ചൂടുകൊണ്ട് ശ്വാസം മുട്ടുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ഇതൊക്കെ വെളിപ്പെട്ട് വരുന്നത്. എങ്കിലും നമ്മൾ ഈ പറയുന്ന
പുറമേ നിന്നുള്ള ഗാഡ്ജറ്റ്സിനും കാര്യങ്ങൾക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോൾ കാഴ്ചകൾക്ക് എല്ലാവർക്കും കാഴ്ച കുറവാണ്. എനിക്ക് മാത്രമേ കാഴ്ച കുറവെന്ന് ഞാൻ എത്രയും കാലം വിചാരിച്ചിരുന്നു. ഞാൻ കണ്ണാടി വെക്കേണ്ടി വന്നല്ലോ 8ാമത്തെ ക്ലാസ്സിൽ. പക്ഷേ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കണ്ണാടി വെച്ചു. പക്ഷേ ഞാനിന്ന് നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് കാഴ്ച കുറവാണ്. അത് ഈ ഫോൺ ഇങ്ങനെ അടുത്ത് പിടിച്ച് നോക്കിയിട്ട് അതിൻ്റെ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും നമുക്കറിയില്ല. അതൊക്കെ ഇപ്പോൾ ഇനി പഠിച്ചു വരുന്നേ ഉള്ളൂ ആൾക്കാർ. ഇതിപ്പോൾ ഈ ഫോണിൻ്റെ ഈ ഒരു റെവല്യൂഷൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10 കൊല്ലമല്ലായുള്ളൂ. ഒരു 20 കൊല്ലെങ്കിലും പിടിക്കും മൊത്തത്തിൽ മാനവരാശിക്ക് ഈ റെവല്യൂഷൻ കാരണം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ. അവർ ഇങ്ങനെ ഇരുന്ന് സെഡൻറ്ററി ഹാബിറ്റ്സ് കൂടി എന്നത് കൂടാതെ അവർ ഈ ഫോൺ ഇങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് ഫുൾ ടൈം ഇങ്ങനെ കാണുന്നത് കൊണ്ട് അവരുടെ കാഴ്ചയ്ക്കും അവരുടെ ബുദ്ധിക്കും അവരുടെ ചിന്തിക്കുന്ന രീതിക്കും ഒക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത് സ്റ്റഡി ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതിന് സ്റ്റഡി ചെയ്യണമെങ്കിൽ 10 കൊല്ലം കൂടെ കഴിയും. സ്റ്റഡി ചെയ്യണ്ടേ, അതിനുള്ള സാമ്പിളും കാര്യങ്ങളൊക്കെ ആയി വരണ്ടേ. അപ്പോൾ എന്താണ് സംഗതി? നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികളൊക്കെ വിട്ടിട്ട് വേറെ രീതികൾ അത് ക്രേവ് ചെയ്ത് ആ മെറ്റീരിയലിസത്തോട് നമ്മളങ്ങോട്ട് അട്രാക്റ്റഡ് ആയി പോയി അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതൊരു ഡ്രഗ് മാതിരിയാണ് ഇതിപ്പോൾ. ഈ ഫോണും ഒരു ഡ്രഗ് മാതിരിയാണ്. ഒരാഴ്ച ഫോണില്ലാതെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? ഒരാഴ്ച ഞാൻ പറയുന്നുള്ളൂ, ഒരാഴ്ച, ഒരു ദിവസം ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പക്ഷേ നിങ്ങൾ 1990s സ്കൂളിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ എന്നെമാതിരി, അന്ന് നമുക്ക് ഫോണൊന്നുമില്ല. ഉണ്ടോ? എത്രയോ കൊല്ലങ്ങൾ നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിച്ചിരിക്കുന്നു. ഇപ്പം നമുക്ക് ആ ജീവിതം ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. നമ്മളതിൻ്റെ അഡിക്റ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോൺ മാറി അടുത്ത ടെക്നോളജി വരുമ്പോൾ നമുക്കത് വേണം. അത് ശരിക്കും നമ്മുടെ ആവശ്യമാണോ? ഇസ് ഇറ്റ് അവർ നീഡ്? നോ, അത് നമ്മുടെ ഡിസയറാണ്. വി വോണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് ശമ്പളം കൂട്ടേണ്ടത്, അതിനു വേണ്ടിയാണ് നമുക്ക് കൂടുതൽ പൈസ വേണ്ടത്, അതിനു വേണ്ടിയാണ് നമുക്ക് കൂടുതൽ വരുമാനം വേണ്ടത്. നമുക്ക് ലളിതമായ ജീവിതശൈലി വേണ്ട. അതിനകത്ത് വരുന്ന ഒരു സന്തോഷവും സമാധാനവും സുഖവും ദീർഘായുസ്സും ഉണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആ താൽക്കാലികമായിട്ടുള്ള നമ്മുടെ മോഹങ്ങൾ അതിനെ താലോലിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും എൻ്റെ വീഡിയോകൾ കേൾക്കുന്നത്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് മനസ്സിലാവും. ഭാരതീയത എന്ന് പറയുന്ന കാര്യം മുഴുവനായിട്ടും സത്യം പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മളിപ്പോൾ പാശ്ചാത്യരുടെ ഫോണുകൾക്കും പാശ്ചാത്യരുടെ ഐഡിയകൾക്കും പാശ്ചാത്യരുടെ സ്മോക്കിങ്ങിനും ഡ്രഗ്സിനും ആൽക്കഹോളിസത്തിനും പാശ്ചാത്യരുടെ ഹോമോസെക്ഷുവാലിറ്റീസിനും അബോർഷൻസിനും ടെററിസത്തിനും ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ജെൻഡർ ചേഞ്ച് സർജറിക്കും നമ്മൾ അടിമപ്പെടും. നമ്മളെ കൾച്ചർ മുഴുവൻ ആ പാശ്ചാത്യ കൾച്ചറിനാൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ല വശങ്ങൾ അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തിൽ അച്ഛനും അമ്മയെ ബഹുമാനിക്കുന്ന ആ ഒരു രീതി, ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരെ ബഹുമാനിക്കുന്ന ആ രീതി, അതൊക്കെ പോയി. ഏതെങ്കിലും ഒരു ക്യൂറ് തേടുന്നതിന് മുമ്പ് നാച്ചുറലായിട്ടുള്ള വേ നോക്കുന്ന ആ രീതി, ആദ്യം ഒന്ന് പോയി മസാജൊക്കെ ചെയ്ത് നോക്കി. ഇപ്പം ഇന്നലെ ഞാനൊരു പേഷ്യനെ കണ്ടു. അവർ പറഞ്ഞു ഇങ്ങനെ ഒഴിച്ചിലും വെച്ചാൽ, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ മനസ്സിൽ വരുന്നത്, എന്തിനാണ് അങ്ങോട്ട് പോയത്, നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചാൽ പോരാ, എൻ്റെ മനസ്സിൽ വരികയാണ്. എന്താ കാരണം? നമുക്കതിന് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. അതൊക്കെ ഒരു അൺസയൻറ്റിഫിക് വേ ആയിട്ടാണ് ഡോക്ടർമാർ പലരും കാണുന്നത്. പക്ഷേ ഇത്രയും കൊല്ലങ്ങൾ അത് ലൈഫ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയോ വർഷങ്ങളായിട്ട് ഈ ചികിത്സകൾ ഇവിടെ പാരമ്പര്യമായിട്ട് നടത്തി പോന്നിട്ട് അതിന് റിസൾട്ട്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? മൂടി വയ്ക്കുകയാണ്. ഫിസിയോതെറാപ്പി കൊണ്ട് ചിലപ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടുമായിരിക്കും. ഇനി എക്സ്റേ എടുക്കാതെ ഒരു പൊട്ടലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിഞ്ഞ് അതിനെ നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ആയുർവേദ ഡോക്ടേഴ്സിനും കുറച്ച് അവരും പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ എക്സ്റേ ഒക്കെ എടുത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ അങ്ങനെയുള്ള ചികിത്സാ രീതികൾ ചെയ്യാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്താണ് ജനറലി ഒരു ഒപ്പീനിയനാണ്. നമ്മുടേതായിട്ടുള്ള രീതികൾ, നിങ്ങൾ കുറച്ച് കാലം ഒന്ന് വെജിറ്റേറിയൻ മാത്രം കഴിച്ചു നോക്ക്, നിങ്ങളുടെ ഈ പൈൽസും നിങ്ങളുടെ ഈ കൊളസ്ട്രോളും ഒക്കെ നോർമലാണ്. ഇന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങളുടെ പേഷ്യൻസിനോട്. ഡോക്ടർമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെ കൺട്രോൾ. ഈ IBS എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം.
കുറച്ച് കാലം വെജിറ്റബിൾസ് മാത്രം കഴിക്കുക, പിന്നെ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക. ആ ഒരു ഡിപ്രഷനിലേക്കും സാഡ്നെസ്സിലേക്കും പോകാതെ നോക്കുക. കുറച്ച് സെറീനായിട്ടുള്ള എൻവയൺമെൻറ്റിലിരിക്കുക, കുറച്ച് ആത്മീയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, സംസാരിക്കുക, പ്രാർത്ഥിക്കുക. ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ പറ്റി ചിന്തിച്ച് ആകുലപ്പെടാതിരിക്കുക. ഇത്രയും ചെയ്താൽ മതി. ആ രോഗത്തിന് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ എത്ര പേര് അതിന് തയ്യാറാവും? ആ പല ആളുകൾക്കും ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റിയാണ്. എന്താണ് ആങ്സൈറ്റി? വെറുതെ ഒരു ആങ്സൈറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള ആങ്സൈറ്റിയാണ്? ഞാൻ ദരിദ്രനായി പോകും എന്നുള്ള ആങ്സൈറ്റിയാണ്. ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ ദരിദ്രം? നിങ്ങൾ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഞാനിങ്ങനെ അവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, ആ കടമുണ്ട്, ഈ കടമുണ്ട്, ഇവിടെ എനിക്ക് ചിലവുണ്ട്, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്, എൻ്റെ വണ്ടീൻ്റെ ചിലവുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ ഫുള്ളങ്ങ് കേട്ട് കഴിയുമ്പോൾ ആ മനുഷ്യൻ അത്രയ്ക്കും ആദി വ്യാധിയിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ പറയുന്ന ആരോടാണെന്ന് ഓർക്കണം. ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. എന്നോടാണ് ഇതൊക്കെ പറയുന്നത്. എന്തിനാടോ ഇത്രയും ടെൻഷനോട് കൂടി ഒരു വീടും നല്ല വലിയ വാഹനവും പിന്നെ ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു പ്രൈഡും? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവസാനം മരിക്കാൻ നേരത്ത് ഇതൊക്കെ കൂടെ ഉണ്ടാവോ? ഇല്ല. നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും മതി. ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നൊരു കാര്യം, ജിത്നി ചാദർ ഉത്തനായി പേർ പസാർന ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബെഡ്ഷീറ്റിന് നീളം എത്ര ഉണ്ടോ അത്രയും നമ്മളെ കാല് നീട്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കാല് പുറത്ത് കിടക്കും. നമ്മളെ കഴിവിനൊത്തമേ നമ്മൾ ജീവിക്കാവൂ. നമ്മൾ ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എന്തോ സംതിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവസാനം നമ്മുടെ നാശത്തിന് കാരണമായി തീരും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബലഹീനതയുണ്ട്. കുതിരയ്ക്ക് ദൈവം കൊമ്പ് കൊടുത്തില്ലല്ലോ. ഇപ്പോൾ എൻ്റെ പണിക്ക് എന്താ, ചില ആൾക്കാർ പറയും മനോജിന് ഡ്രൈവിംഗ് അറിയില്ല, വലിയൊരു പോരായ്മയാണ്. അത് ശരിയാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാക്കി വേറൊരാളെ കൊല്ലുന്നതിനും ഞാൻ മരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നല്ലതായിരിക്കും എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളറിയില്ല. പല കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നെപ്പോലെ എഴുതാനും വായിക്കാനും ചിലപ്പോൾ പ്രസംഗിക്കാനും കഴിയാത്ത ഒരുപാട് പേര് കാണും. സ്റ്റേജ് ഫ്രൈറ്റുള്ള എത്രയോ പേര് കാണും. ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സ്റ്റേജ് ഫ്രൈറ്റുള്ളവർ. അവർക്ക് പറയണം, പക്ഷെ അവർക്ക് വെപ്രാളാണ്, പേടിയാണ്, എന്തോ ഒരു പേടിയാണ്, അങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിളാണ്. അതിനൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് നമ്മൾ പ്രസാദകരമായിരിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ട്. ഇപ്പോൾ ചില ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്, എന്താ പറയുക, നമ്മളെ ആൾക്കാർ വെറുത്തോട്ടെ, അതിനെന്താ വെറുത്തോട്ടെ, ഞാനിപ്പോൾ BJP ആണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ എന്നെ സംഗീന്ന് വിളിക്കുന്നു, പ്രസംഗീന്ന് വിളിക്കുന്നു, പലതും വിളിച്ചോട്ടെ, അതിനെന്താണ്? എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് ആളുകൾ. അതുകൊണ്ട് എന്താ അവരില്ലാതായിപ്പോയോ? ഇല്ലല്ലോ. എന്നെ വളരെയധികം സ്നേഹിക്കുകയും പിന്നീട് വെറുക്കുകയും ചെയ്ത എൻ്റെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നീ ഒരു ബിഗ് സീറോ ആണ്, നിൻ്റെ വിചാരം നീ ഒരു ഹീറോ ആണെന്നാണ്, പക്ഷെ നീ ഒരു ബിഗ് സീറോ ആണ്. എൻ്റെ മനസ്സിനെ വളരെയധികം കൊണ്ടു. പക്ഷേ ആ സീറോ ഞാനതാണ് വിട്ടില്ല. ഞാൻ എൻ്റെ ഹോമിയോപ്പതി കടയ്ക്ക് പേരിട്ടത് സീറോസ് ഹോമിയോപ്പതി എന്ന് പേരിട്ടു. മോർ ദാൻ യു തിങ്ക് എന്നതിൻ്റെ അടിയിൽ കൊടുക്കുകയും ചെയ്തു. ഈ സീറോയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വിലയുണ്ട്, അല്ലേ? നമുക്കറിയാം സീറോയ്ക്ക് എത്ര വിലയുണ്ടെന്ന്. ഏതൊരു സംഖ്യനെ കൂടെ സീറോ മുന്നിൽ ചേർക്കുകയാണെങ്കിൽ, അതിൻ്റെ പിന്നിൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ വില കൂടും. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ വില ചിലപ്പോൾ കൂട്ടാൻ സാധിക്കും. നമുക്ക് വലിയ വിലയില്ലെങ്കിലും മറ്റുള്ളവരുടെ വില നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതും ഒരു വിലയല്ലേ? അവർ നമുക്ക് വില തന്നാലും തന്നില്ലെങ്കിലും. അപ്പോൾ നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തണം. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഒരു വിലയുണ്ട്. ഞാനൊന്നും അല്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മകനായിട്ട് ഞാൻ ജനിച്ചല്ലോ. എത്രയോ സെമൻ എന്താ പറയുക വേസ്റ്റായി പോയി. എത്രയോ സ്പേംസ് അന്ന് ഞാനും അവരുമായിട്ട് കമ്പീറ്റ് ചെയ്തു, ആയിരക്കണക്കിന് സ്പേംസുമായിട്ട്. എന്നിട്ട് ഞാൻ പോയി ജയിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ചെറിയൊരു എംബ്രിയോ, അതായത് സൈഗോട്ടായി. പിന്നെ ഞാൻ എംബ്രിയോ ആയി. പല രീതിയിലുള്ള ബാക്ടീരിയ വന്നു, പല രീതിയിലുള്ള ഫംഗസ് വന്നു. അതൊക്കെ ഞാൻ അതിജീവിച്ചു. പല ആക്സിഡൻറ്റ് സാധ്യതകൾ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ അതിജീവിച്ചു. അവർക്ക് തോന്നുകയാണ് ഈ കുട്ടി എനിക്ക് വേണ്ട എന്ന് തോന്നിയാലും അല്ലേ, അതിനെയും ഞാൻ അതിജീവിച്ചു. എല്ലാം അതിജീവിച്ച് അവസാനം ഞാൻ പുറത്തു വന്നു. പിന്നെ ആ ചെറുപ്പത്തിലെ
എന്നെ എൻ്റെ അച്ഛനും അമ്മയും കെയറോടെ വളർത്തി എന്നവർ പറയുന്നു. എനിക്കറിഞ്ഞൂടാ, അല്ലേ? നമുക്ക് ഓർമ്മയുണ്ടോ? പക്ഷേ അവിടെയൊക്കെ നമുക്ക് ലഭിച്ച കെയറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ വളർന്നതെങ്കിലും അതിൽ വന്ന പല ദുർഘടങ്ങളെയും അതിജീവിച്ചാണ് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പം നമുക്കൊരു വിലയുണ്ട്, നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിലയുണ്ട്. നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആ വാക്കിന് വിലയില്ല എന്ന് മനസ്സിലാക്കണം. അവർ പറഞ്ഞ ആ വാക്കിന് വിലയില്ല. നിങ്ങൾക്ക് വിലയുണ്ട്. യു ഹാവ് വാല്യൂ. നിങ്ങൾ സ്വാഭാവികം, നിങ്ങളൊന്നുമല്ല, ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിലയുണ്ട്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ വായിക്കുകയാണെങ്കിൽ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് പോലും മനുഷ്യജന്മം കിട്ടുന്നത്. അതിന് എന്തിനാണ് അങ്ങനെ പറയാനുള്ള കാരണം? ജന്മങ്ങളില്ല എന്ന് നമുക്കറിഞ്ഞൂടെ? പക്ഷെ എന്നാലും അവരങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മനുഷ്യ ജീവനൊരു വിലയുണ്ട്. നമ്മൾ നോക്കിയ ഈ ഇത്രയും ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ജീവജാലങ്ങൾ സ്വന്തമായിട്ട് അവരെ തന്നെ നശിപ്പിക്കാനായിട്ട്, അവരെ തന്നെ കൊല്ലാനായിട്ട്, സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? വളരെ ചുരുക്കം ജീവികൾ മാത്രമേ അത് അവർക്കൊരു പ്രത്യേക സമയമായി കഴിയുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ അവർക്ക് ഈ ജീവിതത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിൽ അവരുടെ ശരീരം എത്തുമ്പോൾ അത് മനുഷ്യരും നമ്മളെ ജൈനിസത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു യൗവന പ്രായത്തിൽ ഒരു 25 വയസ്സ്, 26 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ് ആൾക്കാർ അവരുടെ ജീവനെ തന്നെ വെറുക്കുകയാണ്. അവരുടെ ജീവനെ വെറുക്കുക, അവരെ തന്നെ കൊല്ലുകയാണ്. അവർക്ക് അവരെ പറ്റിയുള്ള വില നഷ്ടപ്പെട്ടു. സൊസൈറ്റി അവർക്ക് തരുന്ന വിലയാണ് അവരുടെ വില എന്നാണ് അവർ ചിന്തിച്ചത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങളിനി ബൈബിൾ വിശ്വസിക്കാത്ത ആളാണെങ്കിലും ശരി, നിങ്ങൾക്ക് വിലയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു എംബ്രിയോ, ഒരു സൈഗോട്ടായി വന്നു. ആ സൈഗോട്ട് സക്സസ്ഫുൾ ആയിട്ടൊരു ബേബി ആയിട്ട് പുറത്തു വന്നു. നിങ്ങൾ ജീവിച്ചു, അതിജീവിച്ചു. നിങ്ങൾക്ക് വിലയുണ്ട്. യു ആർ എ സർവൈവർ. എത്രയോ പേര് മരിച്ചു പോയപ്പോൾ, ഇല്ലാതായിപ്പോയപ്പോൾ നിങ്ങളൊരു സർവൈവറാണ്. നിങ്ങൾ സർവൈവ് ചെയ്തു വന്നു. ഇതുവരെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സർവൈവ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കേൾക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കില്ല. നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നവനാണെങ്കിലോ ഒരുപാട് വിലയുണ്ട്. ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയണം. ദൈവമാണ് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് വില തരുന്നുണ്ട്. എത്ര വില തരുന്നുണ്ട്? തൻ്റെ സ്വന്തം പുത്രനെ നിങ്ങൾ ചെയ്ത പാപപ്രവൃത്തികൾ ക്ഷമിക്കപ്പെടേണ്ടതിന് വേണ്ടി, അതിൻ്റെ പരിഹാരം നടത്താൻ വേണ്ടിയിട്ട്, ആ പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തൻ്റെ സ്വന്തം മകനെ കുർബാനാക്കാൻ, ബലിയാക്കാൻ തയ്യാറാണ്. അത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ, എന്നെ, നമ്മളെ സ്നേഹിച്ചു. അവൻ്റെ സ്വന്തം മകന് നിഷേധിച്ചിട്ട് നമുക്ക് ഒരു കാര്യം തരികയാണ്. നമ്മൾ ഒരു അർഹതയില്ലാത്ത നമുക്കൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഈ കാട്ടാളന്മാർ മാതിരിയുള്ള ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ കൊല്ലാൻ അനുവദിക്കുകയാണ്. പക്ഷെ കർത്താവ് 3-ാം നാൾ എഴുന്നേറ്റു, അത് വേറെ കാര്യം. പക്ഷേ നമ്മളെക്കാൾ അധികം, സ്വന്തം പുത്രനേക്കാൾ അധികം നമ്മളെ സ്നേഹിച്ചു എന്നതാണ് അവിടുത്തെ പോയിൻ്റ്. ആ പുത്രൻ സ്വന്തം ജീവനേക്കാൾ അധികം നമ്മളെ സ്നേഹിച്ചു എന്നതാണ് അവിടുത്തെ പോയിൻ്റ്. അപ്പോൾ അത്രയും ദൈവം നമുക്ക് വില തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വില കൽപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും കൽപ്പിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സൂയിസൈഡുകൾ. ആൾക്കാർ അവർക്ക് അവരെക്കുറിച്ചൊരു വിലയില്ലാതാവുമ്പോൾ, കമ്പയർ ചെയ്തിട്ട്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വിലയില്ലാതാവുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യ ചെയ്താൽ എൻ്റെ പ്രശ്നങ്ങൾ അതോടെ തീരും എന്നാണ് അവരുടെ ധാരണ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളാ തീരുക. ഈ പ്രശ്നങ്ങൾ തീർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ പ്രോബ്ലം സോൾവേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഞാൻ ചില ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ആകെ ഒരൊറ്റ ജോലിയുള്ളൂ, പ്രശ്നങ്ങൾ അങ്ങോട്ട് തീർക്കുക എന്നുള്ള. രാവിലെ എണീക്കും പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി. അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിട്ടുക, പ്രശ്നം തീർക്കുക എന്നുള്ളതാണ്. എടോ, നമ്മളെ ജീവിതത്തിൽ ആസ്വദിക്കാൻ എത്ര കാര്യങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ കാണുമ്പോൾ മരങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒരു മനസ്സിൽ ചുമ്മാ, അത് ഭ്രാന്തമാരിയൊക്കെ ആൾക്കാർക്ക് തോന്നും. പക്ഷേ അപ്പോൾ നല്ല വിൻഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മരം എന്നോട് സംസാരിക്കുന്ന പോലെ, വൃക്ഷം എന്നോട് സംസാരിക്കുന്ന പോലെ, പൂക്കൾ എന്നോട് സംസാരിക്കുന്ന എനിക്ക് തോന്നും. എന്നുവെച്ചാൽ അവർ സംസാരിക്കുന്നൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഒരു ഫീലിംഗ്, ഒരു പൊയറ്റിക് ഫീലിംഗ്,
നല്ലൊരു കാറ്റ്, നല്ല സൂര്യൻ, നല്ല വെളിച്ചം തരുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. ഈ പ്രകൃതി ഭംഗി ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ കാണാനായിട്ടൊരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. ഇത് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ഡെസർട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്, എത്രയോ ആൾക്കാർ പല നാടുകൾ വിട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇത് ഞാൻ കണ്ടിട്ട് ആസ്വദിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ഫ്രീ ആയിട്ട് തന്ന കാര്യങ്ങളാണ്. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന നല്ല ശുദ്ധ വെള്ളം, ശുദ്ധവായു, ഇതൊന്നും എനിക്ക് വിലയില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്തിൻ്റെയോ പുറകെ ഓടുകയാണ്. ഏതൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ആക്കണം. എനിക്ക് ഒന്നും ആസ്വദിക്കണ്ട. എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അവരുമായിട്ടൊരു തമാശയൊക്കെ പറഞ്ഞൊന്ന് ചിരിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് എനിക്ക് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നത് എനിക്കില്ല. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്, എന്തൊക്കെയോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. അതിൻ്റെ പുറകെ ഞാൻ നടക്കുകയാണ്. എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ അവരെ കഥകൾ കേൾക്കാമെന്ന് എനിക്ക് സമയമില്ല. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അവൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതൊക്കെ കൊടുത്ത ശേഷം വേണം എനിക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരോടൊന്ന് എമ്പത്തൈസ് ചെയ്യാൻ, അവരുടെ കൂടെ ഒന്ന് വിഷമിക്കാൻ, അവരുടെ കൂടെ ഒന്ന് കരയാൻ, അവരെ കൂടെ ഒന്ന് ചിരിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരെ ഒന്ന് ബലപ്പെടുത്താൻ, അതിനൊന്നും എനിക്ക് നേരമില്ല. എനിക്ക് ഇതൊരു ബിസിനസ് മാതിരി, എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കണം. ഒരു പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ആക്കണം. ഈ പേഷ്യൻ്റ് ഒരു പ്രോബ്ലമാണ്, ഇതിനെ അങ്ങ് സോൾവ് ആക്കി അങ്ങ് വിടുകയാണ് മരുന്ന് കൊടുത്തിട്ട്. ആ മരുന്നിൻ്റെ പേര് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ, കുറേ നേരം ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗം കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു എന്താ പറയുന്നത്, അയ്യോ ഞാനെന്തോ പരാജയമായിപ്പോയി എന്നുള്ളൊരു തോന്നൽ. ഇതിനൊക്കെയാണോ മനുഷ്യൻ? മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ്. നമ്മൾ ആ ജീവിതത്തിൻ്റെ വില അങ്ങ് കുറയ്ക്കുകയാണ്. തമ്മിൽ പ്രൊഫഷണൽ ജലസിയാണ് ആളുകൾക്ക്. എനിക്കാകെ വളരെ കുറച്ച് പേഷ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എനിക്ക് നല്ല സ്കോർ കിട്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും ജയിച്ചത്. അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് കഴിയും. പക്ഷേ ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന, ഇവരുടെ ഈ കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും എനിക്ക് അതിൽ മനസ്സിലാവുന്നത് അവർക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ്. നിങ്ങൾ വേറൊരാളോട് അമിതമായിട്ട് കമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കമ്പീറ്റ് ചെയ്തോ, ജയിക്കാൻ വേണ്ടി കമ്പീറ്റ് ചെയ്തോ, നിങ്ങൾ ആ കളി ആസ്വദിക്കുന്നില്ല, നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്ന കാര്യം നിങ്ങൾ ആസ്വദിക്കുന്നില്ലെങ്കിൽ, യു ആർ ദ ബിഗ്ഗസ്റ്റ് ലൂസർ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ പഠിത്തമുണ്ട് എനിക്ക് കൂടെ, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആസ്വദിക്കുന്ന ഗെയിംസ് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഗെയിംസ് കളിക്കാൻ പാടില്ല, അങ്ങനെയുണ്ട് ആളുകൾ. അപ്പോൾ എന്താണ്, നമുക്ക് സ്ട്രെസ് അങ്ങോട്ട് കൂടുകയാണ്. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ എല്ലാ രീതിയിലും സ്ട്രെസ് അങ്ങോട്ട് കൂടുകയാണ്. ഏതെങ്കിലും ഒരു ഗെയിമിൽ അങ്ങോട്ട് ഇൻവോൾവ് ആവണം. ജിമ്മിൽ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗെയിംസിൽ ഇൻവോൾവ് ആവണം. അങ്ങനെ നിങ്ങളെ സ്ട്രെസ്സ് കുറേ ഒഴിഞ്ഞു കിട്ടും. പക്ഷേ അതിനിവിടെ പ്ലേ ഗ്രൗണ്ട് ഇല്ലല്ലോ. നമ്മളെ കേരളത്തിൽ പ്ലേ ഗ്രൗണ്ട്, നല്ലൊരു ഗ്രൗണ്ടുണ്ടോ, നല്ലൊരു പാർക്കുണ്ടോ ആൾക്കാർക്ക് വന്ന് കളിക്കാൻ? ഇല്ല. ആൾക്കാരിങ്ങനെ ഒരു സ്പേസ് കണ്ടെത്താനും നോക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നേരത്തെ മുതൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനിത് പറയേണ്ട ആവശ്യം പോലും വരില്ല. കാരണം നമ്മളെ നാട്ടുകാർക്ക് അത്രയും വിദ്യാഭ്യാസവും അത്രയും ശുചിത്വവും, നമുക്ക് വീട്ടിൽ എത്ര ശുചിത്വമുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ പുറത്തെന്താണ് സ്ഥിതി? അവിടെയൊക്കെ വേസ്റ്റ് ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ആ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്. എന്താ അതൊക്കെ പിടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയാണല്ലോ നമ്മളറിയുന്നത് പലതും. ടൗൺഷിപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വിചാരിക്കാം ഇത് സിറ്റിയിലാണ് നടക്കുന്നത്. സിറ്റിയിൽ പോലും അത്ര ശുചിത്വമില്ല, ശൗചാലയങ്ങളില്ല, ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സ് ഇല്ല. ഒരാൾക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിയിലാണ് അയാൾ, പക്ഷെ എന്നാലും അയാൾക്ക് മറ്റ് സിറ്റീസിലൊക്കെ മോളിനകത്ത് തന്നെ ഉണ്ട്. ഒരു മോൾ കഴിഞ്ഞ് അടുത്ത മോളിലേക്ക് അവൻ പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ ആ മോളിൽ തന്നെ അവന് എന്തുണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും. നമുക്കിവിടെ ഈ ഏരിയയിൽ സിറ്റിയിൽ 1-2 ടോയ്ലറ്റ് ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. സാധാരണക്കാർക്കാണെങ്കിൽ അതില്ല. വളരെ സാധാരണക്കാരാണെങ്കിൽ മോളിലൊക്കെ കയറി അവിടുന്ന് ഒരു സാധനം മേടിച്ചിട്ട് തിരിച്ച് വന്ന് ആ പാർക്കിംഗ് ഫീ തന്നെ 10-60 രൂപ 60 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് ആരെങ്കിലും മൂത്രമൊഴിക്കാൻ പോകും. അപ്പോൾ അതാണ് സ്ഥിതി. ഫുട്പാത്ത്
എങ്ങനെയാണ് ഞാനൊക്കെ നടന്നു പോകുന്ന ആളാണ്. ഫുട്പാത്ത് നമ്മൾ ശരിക്കും കെയർഫുള്ളായിട്ട് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകും, ഡ്രെയിനേജിനുള്ളിൽ. അങ്ങനത്തെ ഫുട്പാത്ത്, എവിടെയാണ് ഹോളുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഫുട്പാത്ത് ഇങ്ങനെ തോന്നിയിടത്തൊക്കെ ആൾക്കാരങ്ങ് തുപ്പിയിടും. എനിക്കിത് കാണുമ്പോഴേ ഞാൻ ഈ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആണുങ്ങൾ മൂത്രം ഒഴിക്കുന്നത് കാണാം. ഇപ്പം തുപ്പിടല എല്ലാ സ്ഥലത്തും. എന്താ അങ്ങനെ തുപ്പിടുന്നത്? നമ്മളെ നാട്ടുകാർ ഒരുപാട് ശുചിത്വമുള്ളവർ, കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച് ഭയങ്കര ലിറ്ററസി ഉള്ളവരല്ലേ, എന്താ തുപ്പിയിടുന്നത് എല്ലാ സ്ഥലത്തും? അതിനൊക്കെ ഫൈൻ ഏർപ്പെടുത്തണം. എല്ലാ രാജ്യങ്ങളിലും ഇത് അങ്ങനെയാണ് കൺട്രോളായത്. ഒരു 500 രൂപ ഫൈൻ ഇട്ട് നോക്കിയേ, രണ്ടാമത്തെ പ്രാവശ്യം തുപ്പൽ നിർത്തും. എല്ലാ സ്ഥലത്തും അങ്ങ് തുപ്പിയിടുക. എന്താ മദ്യപിച്ച് അവിടെ കുപ്പി ഉപേക്ഷിച്ചിട്ട് പോവുക. ബാക്കിയുള്ളവർക്കൊന്നും അതിൽ നടക്കണ്ട. പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ക്ലിനിക്കിൻ്റെ മുമ്പിൽ തന്നെ ചില ആളുകൾ വന്നിട്ട് സിഗരറ്റ് വലിക്കുക. പബ്ലിക് പ്ലേസസിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അവരുടെ ആരോഗ്യത്തിനും കേടാണ്, മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും കേടാണ്. നമ്മളെ സർക്കാർ അതിനൊന്നും ചെയ്യുന്നില്ല. സ്മോക്കിങ്ങിനെയും ഡ്രിങ്കിങ്ങിനെയും പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. ഇത്രയും കച്ചവടമായെന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ് കച്ചവടമായത്. നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടിയില്ല, അതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ പൈസയായിരിക്കും ഇത് ഇത് ഹാനികരമാണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ആളുകൾക്ക്, ഇത് മേടിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. ഈ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി പിന്നെ ഡി അഡിക്ഷൻ ക്യാമ്പും അതിനു വേണ്ടിയുള്ള മരുന്നുകളും അതിനൊക്കെ എത്രയായിരിക്കും ചിലവ്? ഇതൊക്കെ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ ചിലവുകളൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഈ പുകവലിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും എത്രയോ കൂടുതൽ പൈസ ഗവൺമെൻറ് ഇത് ഹാനികരമാണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാനും ഇത് നിർത്താൻ വേണ്ടിയും ഇതിൻ്റെ ചികിത്സകൾക്ക് വേണ്ടിയും ചിലവഴിക്കുന്നുണ്ട്. അത് നമ്മളെ ടാക്സിൻ്റെ പൈസയാണ്. ഇതിനൊക്കെ ആയിട്ട് നമ്മളെ ഗവൺമെൻറ്റിന് ഒരുപാട് സൗകര്യമുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇവിടെ കോഴിക്കോട് മെട്രോ വരുമെന്ന് പറഞ്ഞാൽ എവിടെ മെട്രോ? അത് എപ്പോഴാണ് സംസാരം നടന്നതെന്നറിയോ? ഞാൻ ഈ ഏരിയയിൽ വന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു 12-13 കൊല്ലമായി കാണും. അന്നാണ് മെട്രോ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ സ്ഥലം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഞാനെടുത്തല്ല സ്ഥലം, ഞാനെടുത്തു. പക്ഷെ എനിക്ക് പിന്നെ വേറൊരാൾക്ക് അത് കൈമാറേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ മെട്രോ എന്ന് പറയുന്നത് ഈ ഭാഗത്തു കൂടെ ചിലപ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ പരിശോധിച്ചിട്ട് വേണം മേടിക്കാൻ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ മേടിച്ചത്. പക്ഷേ എങ്കിലും അത് ഇതുവരെയും വന്നില്ല. അതിൻ്റെ ഒരു കാര്യം പോലും ആയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യുന്നു, അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് അതിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ആളുകൾ വന്നു, അത് ഏറ്റെടുത്തു. ഒരു 6 മാസം കഴിയുമ്പോൾ അവിടെ ആ കാര്യം അങ്ങോട്ട് വന്നു. 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് പ്രാവർത്തികമായി. 2 കൊല്ലം കൊണ്ട് അവർ ഈ 5 കൊല്ലത്തെ അവരുടെ ടെന്യൂറിനകത്ത് എന്തൊക്കെ അവർ അച്ചീവ് ചെയ്തു എന്നുള്ളത് അക്കം വിട്ട് പറയാനാണ്. 1, 2, 3, 4, 5 ഇപ്പം എത്ര എയിംസാണ്. നിങ്ങളൊന്ന് ഈ BJPക്കാരുടെ അവരുടെ ആളുകൾ വന്നിട്ട് കാണിച്ചു തരും എന്തൊക്കെയാണ് മോദിജിയുടെ 10 വർഷത്തെ അച്ചീവ്മെൻറ്റ്സ്. എത്ര മെഡിക്കൽ കോളേജസ് കൂടുതൽ വന്നു, എത്ര എയർപോർട്ട്സ് കൂടുതൽ വന്നു, ഇതെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നിട്ട് പണ്ടത്തെ ഡേറ്റ എടുത്ത് നോക്കണം. എത്ര ഫാസ്റ്റ് പേസിലാണ് നമ്മളെ രാജ്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാലും ഈ വികസനം ഇങ്ങോട്ട് വരാൻ പാടില്ല. വന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ മോദിജിക്ക് ക്രെഡിറ്റ് കിട്ടിയാൽ പിന്നെ വർഗീയത വളരും. വർഗീയത ഇതൊരു പാകിസ്ഥാനി മൈൻഡ് സെറ്റാണ്. സത്യം പറയാലോ, പാകിസ്ഥാൻ്റെ അവസ്ഥ അറിയില്ലേ? നിങ്ങൾക്ക് ഇന്ന് ഇവിടെ 1 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ ചെന്നാൽ 2 കോടി രൂപയാവും. അതാണ് അവിടുത്തെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൈസയ്ക്കും വിലയില്ല, ആളുകൾക്കും വിലയില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ടെററിസവും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ, എന്താ പറയുക, അന്തരീക്ഷമാണ്. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ നാടും പോകും. മുക്കിലും മൂലയിലും മതഭ്രാന്തന്മാരാണ്. മതം എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷേ അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തെറ്റായി പോകും.
ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. അത് ബാക്കിയുള്ളവർ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ അത് അടിച്ചേൽപ്പിച്ചിട്ട് അവരത് സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അവരെ ഉപദ്രവിക്കും, ഞാൻ അവരെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു ലെവലിലേക്ക് പോകാൻ പാടില്ല ഒരിക്കലും. മതമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ ആണ് മതഗ്രന്ഥങ്ങൾ വായിക്കുക. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഒരു നല്ല ജീവിതം ജീവിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അറിയണം, ദൈവത്തെ അറിയണം, ആരാണ് ഈ സൃഷ്ടാവ്, അങ്ങനെ സൃഷ്ടാവുണ്ടോ? ഒരു സമാധാനപ്രിയനായൊരു വ്യക്തിയാണ് വാസ്തവത്തിൽ മതത്തിൻ്റെ പുറകെ പോവുക. പക്ഷേ ഈ മതം തന്നെ ആ വ്യക്തിയെ ഒരു വയലൻസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാക്കുകയാണെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ വളരെയധികം കുഴപ്പമുണ്ട്. ഏത് ദൈവമാണോ പറയാ എൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യം ഞാൻ സൃഷ്ടിച്ച മറ്റു മനുഷ്യരെയൊക്കെ നീ കൊല്ലണം, അങ്ങനെ കൊന്നാൽ ഞാൻ നിനക്ക് പർദീസ തരാം. ആ പർദീസയ്ക്കകത്ത് നിനക്ക് ഇവിടെ നിഷേധിക്കപ്പെട്ട ബ്രാൻഡി, വിസ്കി, ഏത് ബ്രാൻഡാണെങ്കിലും ഉണ്ടാവും. ഇവിടെ നിഷേധിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞാൽ വ്യഭിചാരം നിനക്ക് ചെയ്യുകയും ചെയ്യാം. ഏത് ദൈവമാണോ ഇങ്ങനെ പറയാം? അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് എന്നാണ്. പുസ്തകത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്, അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതിനൊന്നും ഞാൻ എക്സ്പെർട്ടല്ല. പക്ഷേ ആ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജിഹാദിസം ഇവിടെ നടക്കുന്നത്. അത് ഇവിടെ നടക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന ദോഷങ്ങൾ, അതിൻ്റെ സപ്പോർട്ട് തേടാൻ ഗവൺമെൻറ്റുകളും ആളുകളും പോകുന്നത്, ഇതൊക്കെയാണ് വളരെ മോശമായ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഭാരതീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭാരതീയതയ്ക്ക്, ഭാരതീയ സംസ്കാരം, ഭാരതീയ ഭാഷകൾ, ഭാരതീയരുടെ രീതികൾ, നമ്മളെ ആർട്ട് ഫോംസ്, നമ്മളെ ആർക്കിടെക്ചർ, ഇതിൽ നിന്നും നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ യോഗ, നമ്മുടെ ഖാദി, ഇതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അമേരിക്കക്കാരൻ വന്ന് പ്രാധാന്യം കൊടുക്കുമോ? അവരെന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒന്ന് ശരിക്കും പോയി നോക്കി. അവരുടെ കൾച്ചറിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ സംസ്കാരത്തിനാണ് അവർ പ്രാധാന്യം. അറബികൾ അവരുടെ സംസ്കാരത്തിനാണ്, അവരുടെ ഭാഷയ്ക്ക് വരെ അവർ അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ദൈവത്തിൻ്റെ മതഗ്രന്ഥം വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഷ പഠിക്കണം. ആ ഒരു ലെവലിലാണ് അവരുടെ ഭാഷയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളിൽ എത്ര പേർക്ക് സംസ്കൃതം അറിയാം? ഞാൻ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്കൃതം. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ സംസ്കൃതം ഒന്നും അറിഞ്ഞുകൂടാന്ന്, ആ ഭാഷ. എൻ്റെ വിചാരം എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്നാണ്. പക്ഷെ ആ ഭാഷ അങ്ങ് പഠിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ഞാൻ വിചാരിച്ച മാതിരി നമ്മൾ ഈ ഹിന്ദി പഠിച്ചിട്ടുണ്ട്, പിന്നെ മലയാളം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലയാളം ഹിന്ദിയിലൊക്കെ ഒരുപാട് സംസ്കൃത വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് അറിയാൻ പറ്റും എന്നൊക്കെയായിരുന്നു. പക്ഷെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനത് പഠിച്ചപ്പോൾ, അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഗുരുവാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഭാഷ സംസ്കൃതം, അതിൻ്റെ ഡിക്ഷണറി 200 കൊല്ലം മുമ്പ് ഒരു ഫോറിനർ ഈ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡിക്ഷണറി, ഇംഗ്ലീഷിൽ നിന്ന്, സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ഡിക്ഷണറി, ആ ഡിക്ഷണറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഗുരുവാണ് എന്നെ പഠിപ്പിക്കുന്നത്, അയാളൊരു വിശ്വാസിയാണ്. അതാണ് നമ്മുടെ, ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ സ്ഥിതിയുടെ ഒരു എന്താ പറയുക, ഒരു ഡിസ്ക്രിപ്ഷൻ. നമുക്ക് നമ്മുടെ ഭാഷകൾ ഒട്ടും അറിഞ്ഞൂടാ, അത്രയും നമ്മൾ അടിമപ്പെട്ടു പോയി പാശ്ചാത്യ സംസ്കാരങ്ങൾക്ക്, പാശ്ചാത്യ രീതികൾക്ക്. അത് ഞാനിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് അങ്ങോട്ട് അത്രയും ഒരു യൂറോപ്യൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷാണോ, ഒരു അമേരിക്കൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷാണോ? അതുമല്ല. അപ്പോൾ അവിടെയില്ല, ഇവിടെയില്ല. എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. എൻ്റെ ചിലപ്പോൾ മറ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മളെ നാട്ടിലുള്ളവർ പറയുമ്പോൾ മനോജിന് നല്ല ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷുകാരും ചിലപ്പോൾ അത് പറയും. പക്ഷേ എനിക്കറിയാം എൻ്റെ ഇംഗ്ലീഷിന് അവരുടെ ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡും ഇല്ല. എന്താ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മളെ പ്രൊനൗൺസിയേഷനൊക്കെ പലപ്പോഴും തെറ്റാണ്, പല പ്രൊനൗൺസിയേഷനും തെറ്റാണ്. നമ്മളതൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഗ്രാമർ ഒരുപാട് തെറ്റാണ്. എവിടെയൊക്കെ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇടണം, എവിടെയൊക്കെ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളാണ് വേണ്ടതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ പലപ്പോഴും. എവിടെയാണ് കോമ വേണ്ടത്, എവിടെയാണ് കോമ വേണ്ടാത്തത്,
അങ്ങനത്തെ കുറേ കോംപ്ലക്സ്. എവിടെയാണ് ദാറ്റ്? നമുക്ക് നമ്മുടെ ഈ ഭാരതീയരുടെ, പ്രത്യേകിച്ച് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ സ്ഥലത്തും ഒരു ദാറ്റ് വേണം. ദാറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഗ്രാമർ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഗ്രാമറിലൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഒരുപാട് സ്ഥലത്ത് ഞാൻ അനാവശ്യമായിട്ട് ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. പല സെൻറ്റൻസും വളരെ ലോങ് ആണ്, അത് ഷോർട്ടാക്കാൻ പറ്റും. പല സ്ഥലത്തും ഞാൻ ഡെഫിനറ്റ് ആർട്ടിക്കിൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. പല സ്ഥലത്തും ഞാൻ കോമ ഇടുന്നത് ശരിയായ സ്ഥലത്തല്ല. പല പ്രാവശ്യം ഞാൻ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. എൻ്റെ സംസാരത്തിനകത്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. IELTS എനിക്ക് നല്ല സ്കോറാണ്, എന്നാലും എൻ്റെ സംസാരത്തിനകത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു യൂറോപ്യൻ സംസാരിക്കുന്ന പോലെ, ഒരു അമേരിക്കക്കാരൻ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിലും വലിയ അങ്ങോട്ട് ഭയങ്കര ഉന്നതിയുള്ളവരൊന്നുമല്ല. നമ്മുടെ ഭാഷ നമുക്കറിയില്ല, അവരുടെ ഭാഷ നമുക്കറിയില്ല. അതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അവർക്കാണെങ്കിൽ അവരുടെ ഭാഷ നന്നായിട്ട് അറിയാം, നമ്മളെ ഭാഷ അവർ പഠിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് അതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ഒരു അമേരിക്കക്കാരനോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ടുകാരനോ നമ്മുടെ ഭാഷ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ നാവ് അതിനായിട്ട് വഴങ്ങില്ല. നമ്മുടെ നാവ് അവരുടെ ഭാഷയ്ക്കും സത്യം പറഞ്ഞാൽ വഴങ്ങുന്ന നാവല്ല. ഇപ്പോൾ എൻ്റെ എക്സ് ഭാര്യ അവർ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ അവർ ഈ കോപ്പി അടിച്ചിട്ട് മിമിക്രി ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇംഗ്ലീഷുകാർ പറഞ്ഞ അതേപോലെ അങ്ങോട്ട് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആ പറയുന്ന ഇംഗ്ലീഷിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഒരുപാട് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഭാരതക്കാർ ഉപയോഗിക്കുന്ന ചില പ്രത്യേക വാക്കുകളുണ്ട്, അത് ഇടയ്ക്കങ്ങോട്ട് വരും. അങ്ങനെയൊന്നും വരാതെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളെ നാട്ടിൽ വാസ്തവത്തിൽ പറഞ്ഞുള്ളൂ. അപ്പം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മൾ മറന്നുപോയി. നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു ജനറേഷൻ മുമ്പേ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയിക്കും. ഞങ്ങൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാ. അത് അവരുടെ മിസ്റ്റേക്ക് മാത്രമല്ല, നമ്മുടെയും മിസ്റ്റേക്കാണ്. ഇനി നമ്മുടെ വരാനിരിക്കുന്ന ജനറേഷനോ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനോ, അവർക്കൊരു വാക്ക് ഹിന്ദി സംസാരിക്കാറുകൂടാ, ഒരു വാക്ക് പ്രോപ്പറായിട്ട് മലയാളം സംസാരിക്കാറുകൂടാ. തിരുവല്ലേനെ വിളിക്കുന്നത് തിരുവല്ലെന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത വരുന്ന തലമുറകൾക്ക് വരാൻ പോകുന്ന വ്യത്യാസം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. അതൊരിങ്ങനെ ടി വിയിൽ എന്തോ കാണുന്ന മാതിരി, എന്തോ പഠിച്ചിട്ട് ചെയ്യുന്ന മാതിരി ഉള്ളൊരു പരിപാടിയായി മാറും. അപ്പോൾ അതിലേക്കൊക്കെ പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭാരതീയതയ്ക്ക്, നമ്മളെ ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഖാദി, യോഗ, നമ്മളെ ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള സിസ്റ്റംസ്, നമ്മളെ ടൂറിസം, ഇതിനൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ അപ്പം തന്നെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ സ്വാഗതം ചെയ്ത് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ വികസിപ്പിക്കണം, നമുക്ക് നല്ല ജോലികൾ കിട്ടണം, നമുക്ക് നമ്മുടെ പഠനം മുഴുവനും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല ഗുരുക്കന്മാർക്ക് വന്ന് ഇവിടെ പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള കോളേജുകളും സർവകലാശാലകളും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ട് മാറണം. ഈ സ്റ്റാൻഡേർഡൊന്നും അല്ല വേണ്ടത്. നമ്മുടെ എയർപോർട്ടുകൾ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസ്, നമ്മുടെ റെയിൽവേ ട്രാക്സ്, നമ്മുടെ റോഡ്സ് എല്ലാത്തിനും മാറ്റം വേണം. ഒരു അടിമുടി വ്യത്യാസം വാസ്തവത്തിൽ നമ്മളെ കേരളത്തിന് ആവശ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിനി ഈ ബ്രെയിൻ ഉണ്ടായിട്ടും ബ്രെയിൻ ഇല്ലാത്ത കളി കളിക്കരുത്. അത് കൊണ്ടുവരാൻ കഴിവുള്ളത് BJPക്കാണ്, അത് കൊണ്ടുവരാൻ താല്പര്യമുള്ളത് BJPക്കാണ്. അവരുടെ മന്ത്രം വികസനമാണ്, അഴിമതി രഹിത വികസനം. അവർ ടെററിസം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പണ്ടൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഇത് എന്തോ ഒരു തീവ്ര ഹിന്ദുവാണെന്ന്. എന്തോന്ന് തീവ്ര ഹിന്ദു? തീവ്ര ഭാരതീയതയാണ് എന്ന് വേണം പറയാൻ. ഒരു ഭാരതീയ ക്രിസ്ത്യാനി, ഒരു ഭാരതീയ ഹിന്ദു, ഒരു ഭാരതീയ മുസ്ലിം, അവർക്കെല്ലാവർക്കും ഭാരതീയതയെ താല്പര്യമുള്ള, ഭാരത സംസ്കാരത്തെ താല്പര്യമുള്ള, അവരുടെ രാജ്യത്തെ ആ സ്വാതന്ത്ര്യ സമര സമയത്ത് അവരാഗ്രഹിച്ച സ്വദേശ്, സ്വരാജ്, സ്വയം പര്യാപ്തത, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് നല്ലൊരു കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ ട്രിവാൻഡ്രത്ത് വന്ന റിസൾട്ട് ഞാൻ വിശ്വസിക്കുന്നു അതൊരു തുടക്കം മാത്രമാണ്. ഒരുപാട് പേര് ഇനിയും നമ്മുടെ ഭാരതീയതയെ കളിയാക്കുക,
വന്ദേ മാതരം എന്ന് പറയാൻ അവർക്ക് ലജ്ജ. അല്ലാഹു അക്ബർ രാവിലെ തൊട്ട് 4 നേരം പറയുന്നുണ്ട് ഇവിടെ. ഹല്ലേലൂയ പറയുന്നുണ്ട് 4 നേരം. അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഭാരത് മാതാ കി ജയ് അല്ലെങ്കിൽ വന്ദേ മാതരം എന്നോ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉപയോഗിച്ച, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഉപയോഗിച്ച ആ സ്ലോഗൻസ് ഉപയോഗിക്കാൻ നമുക്ക് മടിയാണ്. അതിനെന്തോ ഒരു അർത്ഥം നമ്മൾ കണ്ടെത്തുകയാണ്, ഇല്ലാത്ത അർത്ഥങ്ങൾ. നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത് മാതിരി, സേവിക്കുന്നത് മാതിരി, ശുശ്രൂഷിക്കുന്നത് മാതിരി, ബഹുമാനിക്കുന്നത് മാതിരി നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ ബഹുമാനിക്കുന്നു എന്നാണ് ഈ വന്ദേ മാതരം എന്നതിൻ്റെ അർത്ഥം. അതിന് ഹിന്ദുക്കൾക്കാണെങ്കിൽ വാസ്തവത്തിൽ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒരു തടസ്സമില്ല വന്ദേ മാതരം എന്ന് പറയാൻ. കാരണം അവരൊക്കെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. ചെറിയൊരു തടസ്സം തോന്നുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ്. അവരുടെ ധാരണ ഇതൊരു വിഗ്രഹാരാധനയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് വിഗ്രഹാരാധനയല്ല. വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വിഗ്രഹാരാധന എന്ന് പറയാം. പക്ഷേ നമ്മൾ ആ കോൺസെപ്റ്റിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളതിനെ ജയ് വിളിക്കുന്നതെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് മോദിജിക്ക് ജയ്ന്ന് വിളിക്കാം, പിണറായിക്ക് ജയ്ന്ന് വിളിക്കാം, രമേശ്ക്ക് ജയ്ന്ന് വിളിക്കാം, രാജീവ് ചന്ദ്രശേഖർക്ക് ജയ്ന്ന് വിളിക്കാം. ഇതൊക്കെ വെറും മനുഷ്യരല്ലേ, ദൈവ. അപ്പോൾ ഭാരത് മാതാക്ക് ജയ്ന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത്രയേ ഉള്ളൂ. അതിനെ ഒരു വലിയ എന്തോ ബലൂൺ പോലെ വീർപ്പിച്ചൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് രണ്ട് സമുദായം തമ്മിൽ അടുപ്പിക്കാനായിട്ടും അടിക്കാനായിട്ടും വോട്ടുകൾ പിരിക്കാനായിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? വാസ്തവത്തിൽ വേണ്ടത് എന്താണ്? നമ്മളെ റോഡിൽ ഇത്രയും ഗട്ടർ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ റോഡിൻ്റെ സൈഡിൽ ഇത്രയും വേസ്റ്റ് കിടക്കാൻ പാടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജ് എല്ലാം കവിഞ്ഞൊഴുകിയിട്ട് ഇവിടെ ഒരു പാതാളം മാതിരി എവിടെയാണ് ഗട്ടറിന് പിടികിട്ടാത്ത ഒരു സ്കൂട്ടറുകാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആ സ്കൂട്ടർ ഓടിക്കാത്തത് അതുകൊണ്ടാണ്. പക്ഷേ ഗട്ടർ എവിടെ വേണമെങ്കിൽ വരാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ പോയി. കാരണം വീണ് പോയാലേ അത് പിന്നെ ആരെങ്കിലുമൊക്കെ ചെളി തെറിപ്പിച്ചും പോവും. ഇനി അതൊക്കെ പോട്ടെ, അങ്ങേയറ്റത്തെ വിലകയറ്റം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഇരട്ടി കൂടുതലാണ് ഇവിടുത്തെ വിലക്കയറ്റം. 8.9 പോലും ഇൻഫ്ലേഷൻ. 5-1 വിദ്യാസമ്പന്നനായ കുട്ടിക്ക് ജോലിയില്ലാത്ത അവസ്ഥ. വിദ്യയുണ്ട് പക്ഷേ ജോലിയില്ല. ഒരു വികസനവും റോഡുകൾക്കോ റെയിലുകൾക്കോ സ്റ്റേഷനുകൾക്കോ എയർപോർട്ടിനോ വരുന്നില്ല. ഒരു വികസനം വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നത് മോദിജി. ആ മോദിജി കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നം. അതൊരു മോദിജിയല്ല കൊണ്ടുവന്നത്. അപ്പോൾ ഇതെന്തൊരു ചാണകമാണ്, എന്തൊരു സംഖ്യയാണ്. ഇത്രയും ഡെറോഗേറ്ററി ആയിട്ട്, ഇത്രയും ഇൻസൾട്ടിങ് ആയിട്ട് ആൾക്കാരെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. തിരിച്ച് അതേ ലെവലിൽ അവർ തിരിച്ച് മറുപടി തന്നാണ്ടല്ലോ നമ്മളെ രാജ്യത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ ഇവിടുത്തെ ആളുകൾ എത്ര സെൻസിറ്റീവാണ്. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ലേ? അവരതേപോലെ എടുത്താലോ ഇൻസൾട്ട്? അവരെടുക്കുന്നില്ല എന്നാണ് സത്യം. അവർ പിന്നെയും സ്നേഹിക്കുകയാണ് കേരളത്തെ. നമ്മളാണ് തിരിച്ച് സ്നേഹം കാണിക്കുന്നത്. നമ്മളാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇസ്ലാമിൻ്റെയും ഞങ്ങൾ ക്രിസ്ത്യൻസിൻ്റെയും ആളുകളാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ ആളുകളാണ്, ഫോളോവേഴ്സാണ്, നമ്മൾ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്, നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാണ്. അത് നമുക്ക് ഹിന്ദുസിനെ കാണുമ്പോഴേ അങ്ങോട്ട് അവരുടെ ഇതിനെ കാണുമ്പോഴത്തേക്ക്, അവരുടെ രീതികളെ കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വെറുപ്പും വൈരാഗ്യം എന്തോ ഒരു സംതിങ് ആണ്. ഈ പറയുന്ന ആളുകൾ പിന്നെ നമ്മൾ പറയുന്ന ഈ ദൈവത്തെ സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ? അവരാരെങ്കിലും നിങ്ങളെ വീട്ടിൽ വരുന്നുണ്ടോ? ഇന്ന വിഗ്രഹത്തെ നമസ്കരിക്കാൻ ഒരു 10 രൂപ തരുമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടോ? ഇന്ന വിഗ്രഹത്തെ എനിക്കൊന്ന് നമസ്കരിക്കണം, അതിനെന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നുണ്ടോ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അവർ ഞങ്ങളുടെ ഒരു വിഗ്രഹമുണ്ട്, ആ ദേവനെ നമ്മളെല്ലാവരും വിശ്വസിക്കണം, അപ്പോൾ നിങ്ങളും വരണം ആ പരിപാടിക്ക്, നാളെ നിങ്ങൾ ആ ദൈവനെ ആരാധിക്കണം. ആരാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്, നിങ്ങൾ വണ്ടി കയറി അതിൽ വരണം. ഇനി വണ്ടി കയറി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ 2-3 ആൾക്കാരെ വിട്ടിട്ട് നിങ്ങൾക്ക് സ്ട്രെച്ചറിലാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി അവിടെ ആ വിഗ്രഹം വിളിയിരുത്തി ഞങ്ങൾ നിങ്ങളെ നമസ്കരിച്ച് തിരിച്ചു വിടാം. ഉണ്ടോ? ആരെങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങളെ മോനെ ജോലിയില്ലേ, ഞങ്ങൾ ജോലി മേടിച്ചുതരാം, നിങ്ങൾ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ നമസ്കരിച്ചാൽ മാത്രം മതി, മാറ്റി ബാക്കിയൊക്കെ നിങ്ങൾ വിടും. നിങ്ങൾക്ക് മോനെ എന്താ കല്യാണം നടക്കുന്നില്ലേ, നിങ്ങൾ വരി ഞങ്ങളുടെ വിഗ്രഹത്തെ ഒന്ന് നമസ്കരിച്ചാൽ നിങ്ങളുടെ മോനെ കല്യാണം നടത്തിത്തരാം. നടക്കും. അതാണ് അവരാരും ഞാൻ പറയുന്നുണ്ടോ? ഒരു ദൈവത്തെ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നത് ഈ പറയുന്ന തുക്കട സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ ദൈവം എന്ന് പറഞ്ഞാൽ സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപി, സകലത്തെയും സൃഷ്ടിച്ചവനാണ്.
ഈ ലോകത്തെ സൃഷ്ടിച്ച ആ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പെണ്ണ് കിട്ടുമോ, എനിക്ക് കുറേ പൈസ കിട്ടുമോ, എനിക്ക് നല്ല ജോലി കിട്ടുമോ, ഇതിനു വേണ്ടി അവൻ ആ ദൈവത്തെ അന്വേഷിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെയും നമ്മുടെ സുവിശേഷത്തിൻ്റെയും നമ്മുടെയും വില കുറയ്ക്കുകയാണ്. അവരുടെ അടുത്ത് പോയിട്ട് നമ്മളിതുമാതിരിയാണ് കാണിക്കുന്നത്. അതിപ്പോൾ ഞാൻ അതിനെ തിരിച്ചിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചേ. അതാണ് അവർക്കും തോന്നുക. നമ്മൾ വന്നിട്ട് അപ്പോഴാണ് അവർ പറയുക ഞങ്ങളെ ഫോഴ്സ് ചെയ്യുകയാണ്, ഞങ്ങളെ ഫോഴ്സ് ചെയ്യുക. ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, നമുക്കറിയാം നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ തോന്നുന്നത്. നമ്മളവരെ സ്നേഹിക്കുകയാണ്. പക്ഷെ ആ സ്നേഹം അവർക്ക് വേണ്ടെങ്കിലോ, ഞാനങ്ങ് സ്നേഹിക്കുകയാണ്, ആ സ്നേഹം അവർക്ക് വേണ്ടെങ്കിലോ, ഇടിച്ചു കയറി അങ്ങ് നമ്മൾ അവരെ അങ്ങോട്ട് വലിച്ചഴച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചാൽ മതി. അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളടുത്ത് വരും. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നന്മ നിങ്ങളവർക്ക് ചെയ്യാം. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. ഇത് ഓവറായിട്ട് ചെയ്തിട്ട് അവരെ അങ്ങോട്ട് ഈ ദൈവമാണ് ദൈവം എന്ന് വിശ്വസിപ്പിക്കാൻ നടക്കണം. ദൈവത്തിന് കഴിയൂലേ ദൈവമാണെന്ന് വിശ്വസിപ്പിക്കാൻ? എടോ, എന്നെക്കൊണ്ട് ദൈവമാണെന്ന് വിളിപ്പിച്ചില്ലേ? അപ്പോൾ ചില ആളുകൾ മനോജിന് ഇപ്പോൾ BJP ആണല്ലോ, അപ്പോൾ ജയ് ശ്രീറാം എന്ന് പറയാൻ പറ്റുമോ എന്നോട് ചോദിച്ചാണ് ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ, ഞാൻ 4-5 പ്രാവശ്യം എല്ലാ ദിവസവും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നുണ്ട്. അള്ളാഹു അക്ബർ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഇല്ലല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ഈ സംസാരങ്ങൾക്കകത്ത് ഈ ടെററിസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയോ ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തോടെയാണോ ഞാൻ പറയുന്നത്? അല്ല. അപ്പോൾ എനിക്ക് ജയശ്രീറാം എന്ന് പറയാൻ എന്താ കുഴപ്പം? എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. രാമനെ ഒരു നല്ല രാജാവായി കണ്ടുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ജയശ്രീറാം എന്ന് പറയാം. ഈ ബജറംഗ് ദൾക്കാരെല്ലാവരും ഇടിച്ചു കയറി എല്ലാവരെയും ആക്രമിച്ച് എല്ലാവരെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് പറയിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറയാം. പറഞ്ഞൂടെ? മര്യാദ പുരുഷോത്തമനാണ് രാമൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ജയ് ശ്രീറാം എന്ന് പറയാം. പറഞ്ഞൂടെ? എന്താണോ ഇതിന് ഇത്രയും വലിയ ഇഷ്യൂ ആക്കുന്നത്? എന്നോട് പറഞ്ഞ് നിനക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ടെററിസ്റ്റിനെ കൊണ്ടുപോവാ, ഞാൻ അവൻ്റെ മുമ്പിൽ അള്ളാഹു അക്ബർ എന്ന് പറയാം. പക്ഷെ അവൻ ജയ് മെസ്സി എന്ന് പറയണം, അവൻ പറയോ? അവൻ ജയ് കാളിമ എന്ന് പറയണം, അവൻ പറയോ? അവൻ ജയ് ശ്രീറാം എന്ന് പറയണം, അവർ പറയോ? എന്താ പറയാത്തത്? അതൊന്നും ശരിയല്ല. ഇത് ശരിയാ? മറ്റവനെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അവനെ കൊല്ലുക, ശരിയാത്? എവിടുത്തെ ശരിയാത്? അവനെ സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ വില കൂടെ കളയുന്ന പരിപാടിയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ ദൈവത്തെ തെളിയിക്കാൻ ഇപ്പം ഞാൻ എത്രയോ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവാണ് ശരിയായ മാർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത്, സ്നേഹവാനായ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മളെ ദൈവമാണ് ദൈവം എന്ന് നമുക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് സ്ഥാപിച്ചേ മതിയാവൂ എന്നുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. യേശു ക്രിസ്തു ആണ് ചെയ്തോ? യേശു ക്രിസ്തുവിനെ അവൻ്റെ തന്നെ ആൾക്കാർ റിജക്റ്റ് ചെയ്തില്ലേ? അപ്പോൾ യേശു എന്താ ചെയ്തത്? അവരോട് ക്ഷമിക്കണമേ എന്നാ പ്രാർത്ഥിച്ചത്. അല്ലാതെ അവരെന്നെ സ്വീകരിച്ചില്ല, അതുകൊണ്ട് തീയിറക്കി ഫുള്ളായിട്ട് അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു. അതാണോ കർത്താവ് പറഞ്ഞ്? കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ് നമുക്ക് തീ ഇറക്കിയിട്ട് ഇത് ഫുള്ള് ഈ പട്ടണത്തെ അങ്ങോട്ട് നശിപ്പിച്ചാളാം, അവർ നമ്മളെ സ്വീകരിക്കുന്നില്ല. ഏലിയാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് അവരോട് ചോദിച്ചത് നിങ്ങൾ ഏത് ആത്മാവിനെ അധീനരാകുന്നു? ഇവരെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ ഇവരെല്ലാം നശിപ്പിക്കാനാണ് വന്നത്. ഇവരെന്നെ വെറുത്താലും ശരി, ഞാൻ അവരെ രക്ഷിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ കുട്ടീനൊരു സിനാറിയോ, ഒരു മുള്ള് തറച്ച ഒരവസ്ഥ, ആ മുള്ളെടുക്കാനായിട്ടൊരു ഡോക്ടർ അവരുടെ അടുക്ക് വളരെ ഇങ്ങനെ സ്നേഹത്തോടെ വന്നാൽ പോലും ആ ഡോക്ടർ ആ മുള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊടണ്ട അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുട്ടി ആ ഡോക്ടറെ കാണുന്നത് ഏത് രീതിയിലാണ്? ഒരു പിശാചിനെ മാതിരി അല്ലെങ്കിൽ ഒരു ശത്രുവിനെ മാതിരിയാണ് കാണുന്നത്. കഥയാണ് കുട്ടി. പക്ഷെ കുട്ടിക്ക് അറിഞ്ഞൂടാ എന്ത്, ഈ മുള്ള് ആണ് എനിക്ക് വേദന തരുന്നത്, ഈ മുള്ളെടുക്കുന്ന ആളാണ് ഈ ഡോക്ടർ. കുട്ടി ഇങ്ങനെ കരയും, ശാഠ്യം പിടിക്കുകയും വാശി പിടിക്കുകയും അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സമയങ്ങളിൽ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കുട്ടിയെ മയക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയായിരിക്കും, വളരെയധികം കെയർഫുള്ളായിട്ട് സ്നേഹിച്ച് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചായിരിക്കും അത് എടുത്തിട്ടുണ്ടാവാം. പക്ഷെ ആ എടുക്കുന്ന സമയത്ത് ആ കുട്ടി മുഴുവൻ, ആ സമയം മുഴുവൻ കുട്ടി ചിലപ്പോൾ ചീത്ത വിളിക്കുകയായിരിക്കും ആ ഡോക്ടറെയും അവിടെ വീട്ടുകാരെയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കരയായിരിക്കും.
അതൊരു വില്ലനെ മാതിരിയായിരിക്കും കുട്ടി ആ വ്യക്തിയെ കാണുന്നത്. എന്നിരുന്നാലും ഇവൾ നമ്മളെ സ്വീകരിക്കുന്നില്ല, ഈ കുട്ടി നമ്മളെ ഒരു നല്ല വ്യക്തിയായിട്ട് കാണുന്നില്ല, നമുക്ക് തീ ഇറക്കി അവളെ അങ്ങ് കൊല്ലാം എന്ന് ഡോക്ടർ പറയും. അവിടെ എന്നാൽ ആ കുട്ടീനെ മുള്ളങ്ങ് എടുക്കണ്ട, ആ മുള്ളു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുട്ടി അങ്ങ് മുള്ളുകൊണ്ട് അങ്ങ് പുതയ്ക്കാം എന്ന് ഡോക്ടർ പറയും? ഇല്ലല്ലോ. അതെന്താ പറയാത്തത്? അതേമാതിരിയാണ് ദൈവം. നമ്മളെ ഡോക്ടർമാർക്ക്, ദോഷികളായ ഈ ലോകത്തിലെ മനുഷ്യർക്ക് മറ്റുള്ളവരെ ഇത്ര സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കർത്താവ് ഏത് രീതിയിലായിരിക്കും സ്നേഹിക്കുന്നത്? കർത്താവിനെ ക്രൂശിച്ചവരെ പോലും കർത്താവ് സ്നേഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ളൊരു ദൈവത്തെ സേവിക്കുന്നത് നമ്മൾ എത്ര അധികം സ്നേഹമുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മളെ അവർ എതിർത്തു, നമ്മളെ അവർ ബഹുമാനിച്ചില്ല, നമുക്കൊരു ആദരവ് തന്നില്ല, നമ്മളെ കെട്ടിപ്പിടിച്ചില്ല, നമ്മളെ അവർ സ്നേഹിച്ചില്ല, നമ്മൾ പറഞ്ഞ വാക്ക് അവർ നിരസിച്ചു, നമ്മൾ പറഞ്ഞ അവർ സ്വീകരിച്ചില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ തീയിറക്കി കൊല്ലാനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുക. എന്നാലും അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അതല്ല നിങ്ങൾ പറയേണ്ടത്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ അവരോട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. അത് നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചത്, നമ്മളെ കർത്താവ് ചെയ്തത് അതാ. അപ്പോൾ നിങ്ങളുടെ മതത്തിന് എതിരാണ് എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ ആ വ്യക്തികളെ സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്നേഹത്താൽ മറ്റുള്ളവരെ നേടാനാണ് കർത്താവ് പറഞ്ഞത്. ഫോഴ്സ് ചെയ്തിട്ടോ അവരെപ്പറ്റി കുറേ അപവാദങ്ങൾ, അവരുടെ ദൈവങ്ങളെപ്പറ്റി കുറേ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടോ അവരെ നേടണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ക്രിക്കറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അത് സച്ചിൻ തെണ്ടുൽക്കറാണെന്ന് വിചാരിക്കുക. ആ സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി ഇല്ലാത്ത സകലമാന കഥകളും ഉണ്ടാക്കിയിട്ട് ഞാൻ ആ സച്ചിൻ തെണ്ടുൽക്കർ വളരെ മോശമായിട്ട് അങ്ങ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പിന്നെ ഞാൻ പറയാണ് വസീം അക്രമാണ് നല്ല പ്ലെയർ. നിങ്ങൾ വസീം അക്രത്തെ സ്വീകരിക്കൂ. വസീം അക്രം ആയിരിക്കും ചിലപ്പോൾ നല്ല പ്ലെയർ, എന്നാലും നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിനെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തിട്ട് വേറൊരു വ്യക്തിയെ അവൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ സ്വീകരിക്കില്ല. അതാണ് മനുഷ്യരുടെ പൊതുവെയുള്ള സൈക്കോളജി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ശ്രീരാമനുണ്ട്. ഇത്ര നല്ല മനുഷ്യനാണ്, ഇത്ര നല്ല ക്യാരക്ടറാണ് ശ്രീരാമൻ. ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ വ്യക്തിയെ ബഹുമാനിച്ചൂടെ? ബഹുമാനിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ബഹുമാനം, ആ പദവി നിമിത്തം അവൻ്റെ യങ് ലൈഫിൻ്റെ 14 വർഷം ഒരു എല്ലാ പദവികളും ഉപേക്ഷിച്ചിട്ട്, നമ്മൾ ഈ സെർവൻറ്റ് ലീഡർഷിപ്പൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ശ്രദ്ധിച്ച് കേൾക്കണം. രാജാവാകേണ്ടവനാ, രാജാവാകാതെ ആ രാജപദവി വരെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയി എന്താണോ അവൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിച്ചത്, വനവാസം, അത് സ്വീകരിക്കാൻ തയ്യാറായി. വനവാസത്തിൽ അവൻ്റെ ഭാര്യയും പോയി. ആ ഭാര്യ നഷ്ടപ്പെട്ടു. ആ ഭാര്യയെ വീണ്ടും എടുക്കാനായിട്ട് നോക്കുമ്പോഴും ആ ഭാര്യയെ കൊണ്ടുപോയ ദുഷ്ടൻ, ആ ദുഷ്ടനായ രാവണനെ വരെ കൊല്ലണോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ചോദിക്കുക, ആ ദുഷ്ടനെ കൊല്ലണമെന്ന് വേണ്ടയോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ? നമ്മുടെ പെന്തോസുകാരെ ചെയ്യുമോ? അതാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ. പുരുഷന്മാരിൽ ഉത്തമൻ. മര്യാദ എന്ന് പറയുന്ന ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഡീസൻ്റ് ആയിട്ടുള്ള വഴിക്ക് ചെയ്യുന്നത്, ശരിയായ വഴിക്ക് ചെയ്യുന്നത്. ചില ആളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പലപ്പോഴും അവരെന്താ സംസാരിക്കാമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കുകയാണ്, ഈ സുദർശനത്തെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും ചില ആളുകൾ ഇങ്ങനെ ഈ ഓരോന്നിങ്ങനെ പോസ്റ്റ് ഇടുകയാണ്, ബ്രഹ്മോസ് ഇറക്കി, ഇനി സുദർശനം ഇറക്കും. നമ്മളെ മോദിജി എന്ന് പറഞ്ഞാൽ ആ ഹൈന്ദവ കൾച്ചറിനെ ഇങ്ങോട്ട് വലുതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ അങ്ങ് വെറുക്കുകയാണ്, അവരെ അങ്ങ് താഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണ്, മുഗളന്മാരെയൊക്കെ അങ്ങ് മറപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അതൊന്നും അല്ല വാസ്തവത്തിൽ. സുദർശനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശരിയായ ദർശനം. ശരിയായ ദർശനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരെയും കൂടെ ഇങ്ങനെ നിങ്ങളെ തലയൊക്കെ വെട്ടി ഇങ്ങനെ വരുന്ന ഒരു സുദർശനമല്ല. ആ അഹങ്കാരത്തെയാണ് സുദർശനം എതിർക്കുന്നത്. ശരിയായ ദർശനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം പോകും. അതാണ് സുദർശന ചക്രത്തിൻ്റെ കോൺസെപ്റ്റ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും മനോജ് ജീസസിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഓരോ സേക്രഡ് ഗ്രന്ഥമാണെങ്കിലും നമ്മളത് കേൾക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള മൂല്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
അതിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് ഒരു യാത്രയാണ് ആത്മീയ യാത്ര. അത് ചിന്മയ വിദ്യാലയയിൽ പഠിക്കുന്ന സമയം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ ചെന്ന് അവസാനിക്കുന്നത് ഒരു പക്ഷേ യേശുക്രിസ്തുവിലായിരിക്കും. യേശുക്രിസ്തുവാണ് വഴി, സത്യം, ജീവൻ എന്ന് മനസ്സിലാക്കി അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ വന്ന വഴികളിൽ എനിക്ക് ഗീതയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ചില സ്റ്റോറീസ് പറഞ്ഞു തന്ന എൻ്റെ അച്ചമ്മയുണ്ട്, എൻ്റെ ഗുരുക്കന്മാർ, സ്വാമിമാർ, പല ആളുകളുണ്ട്. അവരൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു, അവരൊക്കെ ഞാൻ സ്നേഹിക്കുന്നു. അവരോടൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടായെന്നിരിക്കും. പക്ഷേ അതൊക്കെ വളരെ താഴ്മയോടെ, സ്നേഹത്തോടെ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാതെ അവരെ എതിർത്തുകൊണ്ട്, അവരെ എന്താ പറയുക, അവരെ മോശമാക്കി കാണിച്ചുകൊണ്ട്, അവരെ കൊച്ചാക്കിക്കൊണ്ടുള്ള സംസാരങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല. കാരണം എന്താണ്, അത് ഞങ്ങളുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊരു ഡിബേറ്റിലാണെങ്കിൽ പോലും അവിടെയും നമ്മൾ പാലിക്കേണ്ട ചില രീതികളുണ്ട്. ഞാൻ ഈ പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ഇടയ്ക്ക് കാണുന്നത്, പിന്നെ എനിക്ക് അതങ്ങോട്ട് താല്പര്യമില്ലാതായി. കാരണം അവർ തമ്മിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം എന്താ പറയുക, അതിൻ്റെ ഒരു തീർപ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയോ മ്യൂച്വലായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയൊന്നുമല്ല. ഇത് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ് അവർ തെറ്റാന്ന് ഇവർ പറയുന്നു, ഇവർ തെറ്റാന്ന് അവർ പറയുന്നു. ആൾക്കാർക്കാണെങ്കിൽ എവിടെ എത്താൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഡിബേറ്റിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ ഒരു ജ്ഞാനം വർദ്ധിക്കുന്ന രീതിയിലുള്ളൊരു ഡിബേറ്റ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുക്കുക, നമ്മൾ ഇരുന്ന് സംസാരിക്കാം. എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾ ഗീത സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, സംസാരിക്കാൻ തയ്യാറാണ്, ഓൾവേസ്. ഞാനത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ കാരണമാണ് ഞാൻ വിശ്വാസത്തിലായിരിക്കുന്നത്, ജീസസിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗീതയെ അതിൻ്റെ മുഴുവൻ ഉപദേശത്തെ വെറുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ മര്യാദ പുരുഷോത്തമനായ രാമൻ്റെ ജീവിതം എടുത്തിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ചില ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, ഒരു 10 വർഷമായി കാണും, അവരതിനെ മനസ്സിലാക്കുന്ന ഏത് രീതിയിലാണ്. ഏതൊക്കെയോ കമ്മ്യൂണിസ്റ്റുകാർ, ഏതൊക്കെയോ ഫെമിനിസ്റ്റുകാർ അവർക്ക് ഈ പറയുന്ന ബുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുപോലും അറിഞ്ഞൂടാ. അതിൻ്റെ ആ കോൺടെക്സ്റ്റിലാണത്, ആ സ്റ്റോറീൻ്റെ റെലവൻസ് ഒന്നും അറിയാതെ അവർ ഇപ്പോഴത്തെ കൾച്ചറൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് രാമനെ അങ്ങ് വെട്ടി നുറുക്കി ഇല്ലാതാക്കും. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? രാമന് സീതയെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അവൻ്റെ മാതാപിതാക്കൾക്കാണ്. രാമൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചു. സീതയ്ക്ക് അതിൽ എന്തുമാത്രം വിഷമമുണ്ടായി കാണും. രാമൻ അതുകൊണ്ട് എങ്ങനെയാണ് മര്യാദ പുരുഷോത്തമനാകുന്നത്? ഇതൊക്കെ പറഞ്ഞ് പല ഡിബേറ്റുകളും ഞാൻ ഇതിൽ ടി വിയിലും കണ്ടിട്ടുണ്ട് പിന്നീട്. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ചർച്ചയിൽ നടക്കുന്നത് എന്നത് എനിക്ക് ആ സമയത്താണ് മനസ്സിലായത്. കാരണം എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 12 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവരൊരു ഓൾമോസ്റ്റ് ഒരു നെക്സ്റ്റ് ജനറേഷൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരങ്ങളിൽ അതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ്. അത് എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് ഒഴിവാക്കണം. മഹാഭാരതം വേണ്ട, രാമായണം വേണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊന്നും നമ്മളെ ഗ്രന്ഥങ്ങളെയല്ല. നമുക്ക് വേണ്ടത് കാൾ മാർക്സിൻ്റെ ബുക്കാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ചെഗുവേരൻ്റെ കഥയാണ് വേണ്ടത്. ചെഗുവേരയ്ക്ക് ഇവിടെ എന്ത് റെലവൻസ് ആണ് ഉള്ളത്? ചെഗുവേരൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഇതൊക്കെ കുറച്ചൊക്കെ വായിച്ച ആളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളാണ്, അതിനനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ നെഗറ്റീവ് സൈഡ് അങ്ങ് വളരെയധികം ഇത് കാണിച്ചിട്ട് അവസാനം ഇതൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു. അപ്പോൾ ഗാന്ധിജിയുടെ വിഷനാണോ ശരി, നാഥുറാം ഗോഡ്സേൻ്റെ വിഷനാണോ ശരി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ കേട്ടു അവസാനം ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജി മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഹേ ചെഗുവേര എന്നാണോ പറഞ്ഞത്? ഹേ കാൾ മാർക്സ് എന്നാണോ പറഞ്ഞത്? ഹേ ജീസസ് എന്ന് പോലും അല്ല പറഞ്ഞത്, ഹേ റാം എന്നാ പറഞ്ഞത്. നീ ഇത്രയും പറഞ്ഞിട്ട് അവസാനം കൊണ്ടെത്തിച്ചത് നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു. ആ ഗാന്ധിജി നല്ല മനുഷ്യനാണ്, നാഥുറാം ഗോഡ്സെ മോശം മനുഷ്യനാണ്. ഓക്കെ, ആ ഗാന്ധിജി മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഹേ റാം എന്നാണ് പറഞ്ഞത്. ആ രാമിൻ്റെ ഭൂമിയിൽ രാമൻ്റെ ഒരു ടെമ്പിൾ ആണ് നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതിനാണ് നീ ഇപ്പോൾ ഇത്രയും രാമൻ്റെ ഹിസ്റ്ററി എനിക്ക് വിവരിച്ചു തന്നത്. രാമൻ എത്ര മോശപ്പെട്ട വ്യക്തിയായിരുന്നു. ഇങ്ങനെയുണ്ട്. ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങോട്ട് സംസാരമില്ല, കഴിഞ്ഞ്. ഇറ്റ്സ് എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ. പിന്നെ ഒന്നുമില്ല. എന്താ സംഗതി? ആ രാം എന്ന് പറയുന്ന ക്യാരക്ടർ ആ കാലഘട്ടത്തിൻ്റെ ക്യാരക്ടറാണ്. ആ
ആ രാം എന്ന് പറയുന്ന ക്യാരക്ടർ ആ പുസ്തകത്തിലെ ക്യാരക്ടറാണ്. ആ രാം എന്ന് പറയുന്ന ക്യാരക്ടർ ആ സ്റ്റോറിയിലെ ക്യാരക്ടറാണ്. അങ്ങനെ വേണം നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ. ആ കാലഘട്ടം, ആ പുസ്തകം, ആ കഥ, ആ രീതിയിൽ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ശ്രീരാമൻ അങ്ങനെയുള്ള തീരുമാനം എടുത്തത്. എന്തുകൊണ്ട് വനവാസത്തിലേക്ക് സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി? അവളുടെ അച്ഛനോട് ചോദിച്ചോ? ഇന്നത്തെ കാലത്താണെങ്കിൽ സീതയുടെ അച്ഛനോട് ചോദിക്കാതെ എന്തുകൊണ്ട് സീതയെ കൊണ്ടുപോയി? അതൊക്കെയാണ് ഇപ്പോൾ കോടതിയിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. സീതയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ നിങ്ങൾ മിഷണറി യാത്രയ്ക്ക് പോയത് നോർത്ത് ഇന്ത്യയിലേക്ക്? സീതയുടെ ഇഷ്ടം ചോദിച്ചോ? മിഷണറി ആകാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനം എടുക്കല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഡിവോഴ്സ് വേണ്ടത് ഇപ്പോൾ. അന്നത്തെ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചറാണ്. അച്ഛനമ്മ, അമ്മയാണെങ്കിൽ പോലും മക്കൾ ആണുങ്ങളാണെങ്കിൽ പോലും ആ ആണുങ്ങൾ അച്ഛനമ്മയെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചറാണ്. അച്ഛനമ്മ ആ രാജസ്ഥാനം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് അവൻ തയ്യാറായി. പക്ഷെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മകൻ എന്താ ചെയ്തത്? അച്ഛനെയും അമ്മയും ബഹുമാനിച്ചോ? ഔറംഗസേബിന് ചെറുപ്പത്തിൽ രാമായണത്തിൻ്റെ കുറച്ച് പാഠങ്ങൾ അക്ബറിന് ലഭിച്ചതുപോലെ ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഔറംഗസേബ് അവൻ്റെ അച്ഛനെയും അമ്മയും ആ ഒരു അവസ്ഥയിലാക്കിയിട്ട് രാജാവാകണമെന്ന് ആഗ്രഹിച്ച് അവൻ്റെ സിബ്ലിങ്സിനെ എല്ലാം കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അതിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ മുസ്ലിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അക്ബർ ദിനിലാഹി എന്ന് പറയുന്ന ഒരു പുതിയ മതം ഉണ്ടാക്കാൻ തന്നെ ആഗ്രഹിച്ചത്. അതിൽ ചില കാര്യങ്ങൾ ഹൈന്ദവരുടെ സ്റ്റോറീസ് നിന്ന് എടുത്തു. ചില എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ ആരാധിക്കുന്നു, ഇൻവിസിബിൾ ആയിട്ടുള്ള ഗോഡിനെ ആരാധിക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ അന്നേ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നടക്കാതിരിക്കുമോ? അപ്പോൾ ഈ അക്ബർ ബീർബലിനെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു മനുഷ്യനെയാണ് അവൻ്റെ സെക്രട്ടറി ആക്കി എടുത്തിരിക്കുന്നത്. അതെന്താ കാരണം? അവൻ ജ്ഞാനവും വിവേകമൊക്കെ നോക്കിയിട്ട്. പക്ഷെ ഔറംഗസേബ് അങ്ങനെയാണോ ചെയ്തത്? അല്ല. എന്താ കാരണം? അതാണ് ഈ നമ്മൾ എന്താ പറയുന്നത് ഒരു 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 കാര്യം ആ ഒരു ഒറ്റ രീതിയിൽ ആംഗിൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് മാത്രം ശരി, ബാക്കിയെല്ലാം തെറ്റ് എന്ന രീതിയിൽ വരുമ്പം വരാൻ പോകുന്ന ഒരു വ്യത്യാസം. അതേസമയം എല്ലാത്തിലും ശരിയുണ്ട്, പക്ഷേ ഇതിൽ എൻ്റെ ശരി ഏതാണ്, ഇതിൽ ഏറ്റവും ശരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്, അത് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പലരിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റും, പലരെയും നമുക്ക് വിമർശിക്കാനും പറ്റും. ഞാനും വിമർശിക്കും ഈ കുറച്ച് കഴിഞ്ഞാൽ രാമനെ. അപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നെട്ടരുത്. അപ്പോൾ രാമനെ ഞാൻ വിമർശിക്കുന്ന വേറെ ആംഗിളിൽ നിന്നായിരിക്കും. പക്ഷേ എങ്കിലും രാമൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അത് എന്തോ ഒരു പിശാച് പിടിച്ചൊരു ക്യാരക്ടറും ഒരു പിശാചുമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നതെങ്കിൽ അവിടെയാണ് ശരിയായ വെറുപ്പ് എന്ന് പറയുന്ന സാത്താൻ ജയിക്കുന്നത്. സാത്താൻ്റെ ആയുധം വെറുപ്പാണ് എന്ന് മറക്കരുത്. വെറുപ്പ്. അപ്പോസ്തലനായ പൗലോസ് വരെ അന്ന് ഗ്രീക്ക് സമൂഹത്തിലുണ്ടായിരുന്ന പല ലിറ്ററേച്ചേഴ്സും അതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഒരിക്കലും അടുപ്പിക്കാത്ത രീതിയിലുള്ള ലിറ്ററേച്ചേഴ്സാണ്. അങ്ങനെയുള്ള ലിറ്ററേച്ചേഴ്സിൽ നിന്ന് വരെ പൗലോസ് പല പങ്ക്തികളും എന്താ പറയുക പല വരികളും എടുത്തിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അവരോട് സംസാരിക്കുന്ന വേളയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവൻ്റെ പോയിന്റ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ഞാനും അത് ചെയ്യാണ് എന്ന് നിങ്ങൾക്ക് തോന്നും, ആയിരിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ആ ശ്രീരാമനിലുള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അന്ന് അച്ഛനെ അമ്മയും ബഹുമാനിച്ചു, അതനുസരിച്ച് പോയി. ഭാര്യ ഭർത്താവിനെ ബഹുമാനിച്ചു, അതനുസരിച്ച് പോയി. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? രാമനെല്ലാം ത്യാഗം ചെയ്ത് അങ്ങ് പോയി, ഫുൾ. പക്ഷേ രാമൻ്റെ സഹോദരനായ ഭരതനെ നമ്മൾ മറന്നു പോകുന്നു. ഭരതന് വേണമെങ്കിൽ രാജാവാകായിരുന്നു ആ ഗ്യാപ്പിൽ. അവൻ്റെ അമ്മ അതാ ആഗ്രഹിച്ചത്. പക്ഷേ ആ കൈകേയിയുടെയും അവളെ ആ ഒരു പ്രലോഭനത്തിലേക്കും ആ ഒരു കമ്പാരിസണിലേക്കും ആ ഒരു ജലസിയിലേക്കും നയിച്ച അവരുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് തെറ്റായ ഉപദേശം പറഞ്ഞു കൊടുത്ത് ആ സ്ത്രീ ലജ്ജിക്കത്തക്ക രീതിയിൽ ഭരതൻ രാജാവായിട്ട് ഭരിച്ചില്ല. രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ രാമൻ്റെ സ്ഥാനം
രാമൻ്റെ 2 ചെരുപ്പ് അവിടെ വെച്ചു. ആ സ്ഥാനത്ത് അവൻ ഇരുന്നില്ല. എന്താ അത് കാണിക്കുന്നത്? നമ്മുടെ സംസ്കാരമാണ്. ദാറ്റ് ഈസ് അവർ കൾച്ചർ. നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു സംഗതിയാണത്. അതിൽ നിങ്ങളൊരു ഹിന്ദു ധർമ്മത്തിൻ്റെ ആണ് എന്നുള്ള രീതിയിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിയായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ സ്റ്റോറിയെ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ, അതിലുള്ള വാല്യൂസിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ, നമ്മളെ ബൈബിളിലുള്ള പല കാര്യങ്ങളും അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ കർത്താവിൻ്റെ സ്വഭാവമാണല്ലോ, ഇതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണല്ലോ. യേശു ക്രിസ്തുവിനോട് എത്ര സാമ്യമുണ്ട് ഈ ഭരതന്, അല്ലേ? താൻ രാജാവായിരുന്നിട്ട് പോലും രാജാവാകാതെ കൽവറി ക്രൂശിൽ തകർക്കപ്പെടുന്നു. ദൈവമാണ് രാജാവ്. ആ ദൈവത്തിൻ്റെ സ്ഥാനം ഒരിക്കലും കവർന്നെടുക്കാതെ, അവിടെയുള്ള സ്ഥാനമാനങ്ങളും സ്വന്തമായിട്ട് കവർന്നെടുക്കാതെ, ദൈവം എന്നെ രാജാവായി ഇവിടേക്ക് അയക്കും, ഇതിൻ്റെ മുമ്പിൽ മുഴുവൻ ഞാൻ രാജാവായിരിക്കും, ദൈവത്തിന് തത്തുല്യനായ ദൈവം തന്നെയായ ആ ദൈവം ആ ഒരു തീരുമാനം എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ അത്? അതിനോട് എത്രയോ സാമ്യമുള്ള, എത്രയോ ക്ലോസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഭരതൻ്റെ ത്യാഗമെന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്ന എന്താണ്? രാമൻ്റെ ത്യാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഭരതനും ഒരു ത്യാഗം ചെയ്തിട്ടുണ്ട്, വലിയൊരു ത്യാഗമാണ്. പിന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് രാമൻ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ശിവൻ്റെ അംഗീകാരം കിട്ടാൻ. ശിവനാണെന്ന് പോലും നമ്മുടെ രാവണൻ്റെ ദൈവം. അപ്പോൾ രാവണൻ ശിവനെ ആരാധിച്ചിട്ടും അവൻ്റെ മനസ്സ് ശരിയായില്ല. ഇപ്പോഴും അവനെന്താ വേണ്ടത്? അവന് വേറെ ആൾക്കാരുടെ ഭാര്യ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള സംഗതിയാണ്. നമ്മുടെ പല ആളുകളും ആ അവസ്ഥയിലേക്ക് പോവാണ്, ഒരു പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭാരതീയ വാല്യൂസ് ഒന്നും വേണ്ട. ഇവിടെ സ്റ്റോറി നമുക്ക് അവരിൽ നിന്നും പഠിക്കാം, ഇവരിൽ നിന്നും പഠിക്കാം, നമുക്ക് പലതും പഠിക്കാം, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടേത് ചിലതുണ്ട്, അതെന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്? നമ്മുടേത് നല്ലതായിട്ടുള്ള ചിലതുണ്ട്, അതെന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതും ഇതിനകത്ത് ചേർത്ത് വായിച്ച് അവർക്കും മനസ്സിലാവണം, ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അവരിൽ ഇങ്ങനത്തെ വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിച്ച് അവരൊക്കെ മതം മാറ്റണം, അവരൊക്കെ ഹിന്ദുസ് ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ളവരൊക്കെ ക്രിസ്ത്യൻസ് ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കറിയാം ദൈവത്തിൻ്റെ സത്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മളത് കണ്ടെത്തുമ്പോൾ പിതാവ് ആകർഷിച്ചിട്ട് അല്ലാതെ ഒരു മനുഷ്യനും യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ പറ്റില്ല. അത് വചനമാണല്ലോ. പിതാവ് ആകർഷിച്ചവരുണ്ടാവും, അവർ വരും, അവർ ദൈവത്തെ കർത്താവിനെ അറിയും. പക്ഷെ മറ്റ് മതങ്ങളെയും അവരുടെയുള്ള നല്ല കഥകളെയൊക്കെ അങ്ങ് ഖണ്ഡിച്ച് അതിനെ അങ്ങ് ഡെറിഡയുടെ മെത്തേഡ് ഉപയോഗിച്ച് മുഴുവനായി നശിപ്പിച്ച് നമ്മുടേതെന്തോ കൂടുതലാണെന്നും നല്ലതാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അന്ന് മുതൽ നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് ആ വ്യക്തികളെ പിന്നെ ഒരിക്കലും നേടാൻ പറ്റില്ല. രാമനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ശ്രീരാമൻ്റെ എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസും വെച്ചിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒരു വേറൊരു രീതിയിലാക്കിയിട്ട് അവനെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ യേശുവിനെ എത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചാലും ആ വ്യക്തിക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയില്ല. അതേസമയം ശ്രീരാമൻ്റെ നല്ല ക്വാളിറ്റീസിൽ തുടങ്ങിയിട്ട് അതേ ക്വാളിറ്റീസ് യേശുവിനുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് നോക്കിയേ, ആ യേശുവിനെ അവൻ നോക്കും, ആരായത്, എനിക്കൊന്ന് അറിയണം, ഹൂ ഈസ് ദിസ് ജീസസ്? അവിടെ അവൻ്റെ ആത്മീയ യാത്ര അടുത്തൊരു തലത്തിലേക്ക് ആരംഭിക്കുകയാണ്. പക്ഷേ ഇതുവരെ പോയ ഒരു യാത്ര ഉണ്ട്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് ഞാനോ നിങ്ങളോ അല്ല തീരുമാനിക്കേണ്ടത്, ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അത് നമ്മളെ നാടിൻ്റെ ഒരു സവിശേഷതയാണ്. നമ്മൾ പറയുന്നത് സെക്യുലറിസം വന്നാലേ ആ സ്വാതന്ത്ര്യം വരുള്ളൂ. സെക്യുലറിസമൊക്കെ എപ്പോഴാണ് വരുന്നത്? 200 കൊല്ലം മുമ്പെയോ? അത്ര പോലും ആയിട്ടില്ല സെക്യുലറിസം തുടങ്ങിയിട്ട്. അതിനൊക്കെ എത്രയോ മുമ്പ് മുതൽ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ രാജാക്കന്മാരുടെ ഇടയിൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അത് ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയാലും ജ്ഞാനത്തോടുള്ള ബഹുമാനം, എല്ലാ മതങ്ങളോടുള്ള ബഹുമാനം ഉണ്ടായിട്ടുണ്ട്, സ്നേഹം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ നമുക്ക് സെക്യുലർ എന്ന് വിളിക്കാൻ പറ്റില്ല. സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മതമില്ലാത്ത അവസ്ഥ. ഇത് റിലീജിയസ് എന്നാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കിയാൽ അതാണ്. സെക്യുലർ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് സേക്രഡിൻ്റെ ഓപ്പോസിറ്റാണ്. സേക്രഡ് എന്ന് പറഞ്ഞാൽ
മതം ഏതൊക്കെ കാര്യങ്ങളെയാണോ പുണ്യ കാര്യങ്ങളായിട്ട് പറഞ്ഞ് അതിനെയാണ് നമ്മൾ സേക്രഡ് എന്ന് വിളിക്കുന്നത്. സേക്രഡ് എന്ന് പറഞ്ഞാൽ പുണ്യം അല്ലെങ്കിൽ പുണ്യത അല്ലെങ്കിൽ നല്ലത്, ഡിവൈൻ, ഹോളി. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, ഈവിൾ, ചീത്ത, മോശം. അപ്പോൾ ആ പ്രൊഫൈനിൻ്റെ ഒരു പര്യായമാണ് സെക്യുലർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണോ റിലീജിയൻ ഒഴിവാക്കുന്നത് അതൊക്കെ സെക്യുലയാണ്. അതൊക്കെ അവർ സ്വീകരിച്ചിട്ട് അതിനെ സെക്യുലർ എന്ന് പേര് പറയും. അപ്പോൾ റിലീജിയൻ പറയുന്നു, മതം പറയുന്നു ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണ്, അപ്പോൾ അവർ ഹോമോസെക്ഷുവാലിറ്റിയെ വാഴ്ത്തുന്നു. മതം പറയുന്നു ഡ്രഗ്സും ആൽക്കഹോളിസും ഒക്കെ തെറ്റാണ്, അവർ ആ ഡ്രഗ്സിനെയും ആൽക്കഹോളിസത്തെയും അതുങ്ങൾ അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് വാഴ്ത്തുന്നു. എന്തിനെയൊക്കെയാണോ മതം അത് ശരിയല്ല, നല്ലതല്ല എന്ന് പറയുന്നത് അതിനെയൊക്കെ പുകഴ്ത്തുക, വാഴ്ത്തുക. അഹങ്കാരം നല്ലതല്ല, താഴ്മയാണ് നല്ലത്, മറ്റൊരു ക്ഷമിക്കുന്നതാണ് നല്ലത് എന്ന് മതം പഠിപ്പിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് അതാണ് നല്ലത് എന്നാണ് സെക്യുലറിസം പഠിക്കുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ. ഭാരതത്തിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭാരതത്തിലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മളതിന് മതനിരപേക്ഷത എന്നൊക്കെ പറയും. വാസ്തവത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നൊരവസ്ഥയാണ്, മതമുള്ള ഒരവസ്ഥയാണ്. അതൊരു സെക്യുലറിസം നമ്മൾ അതിനെ വിളിക്കാൻ പാടില്ല. അതിനെ നമ്മൾ വിളിക്കേണ്ട പേര് വാസ്തവത്തിൽ മൾട്ടി റിലീജിയസ് പ്ലൂറലിസ്റ്റിക് കൾച്ചർ എന്നാണ്. കുറേ മതങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള പല രീതിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൾച്ചർ, ഒരു ഹാർമോണിയസ് ആയിട്ട് അവർ ജീവിക്കുന്ന ഒരു കൾച്ചർ, അത്രയേ ഉള്ളൂ. ഇത് മറ്റ് രാജ്യങ്ങളിലൊന്നും ഇതിൻ്റെ ഒരു പ്രതിബിംബം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിനെ മറ്റുള്ളവർക്ക് വേണ്ടി വിശദീകരിക്കാനായിട്ട് സാധിക്കാത്തത്. പക്ഷേ ഇതിനെ തകർക്കാൻ നമുക്ക് തന്നെ കഴിയും, വളരെ ഈസിയാണ്. നമ്മളെങ്ങനെയാണ് തകർക്കുന്നത്? നമ്മൾ പറയുമ്പോൾ അത് BJP ആണ് തകർക്കുന്നത്. അതല്ല സത്യം. നമ്മൾ പറയും അത് അള്ളാഹു അക്ബറാണ് തകർക്കുന്നത്. അതുമല്ല സത്യം. ക്രിസ്ത്യൻസ് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് തകർക്കുന്നത്. അതുമല്ല സത്യം. ഇതിനെ നമ്മൾ തകർക്കുന്നത് ഭാരതീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ അറബിക് കൾച്ചറിനും വെസ്റ്റേൺ പാശ്ചാത്യ കൾച്ചറിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ഇതിനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ശരിക്കും നിങ്ങൾ പുറകോട്ട് ചിന്തിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കൾച്ചറൽ വേസിൽ വളരുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ മതങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഇല്ലേ? അന്നും ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അന്നും ഇസ്ലാം ഉണ്ട്, ഇല്ലേ? പക്ഷെ അന്ന് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അന്ന് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആ പ്രശ്നങ്ങൾ വ്യക്തിപരമായ ബന്ധങ്ങളെ ഇന്ന് എഫക്റ്റ് ചെയ്യുന്നത് പോലെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൾച്ചറൽ യൂണിറ്റി, ഭാരതീയത എന്ന കൾച്ചറൽ യൂണിറ്റി, ഒരു സാംസ്കാരിക യൂണിറ്റി നമുക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നഷ്ടപ്പെടുന്ന സമയത്താണ് ഇത് വേറെ ഏതോ ഒരു ഇതിലേക്ക് അങ്ങ് അറബിയിലേക്കോ അല്ലെങ്കിൽ പാശ്ചാത്യ ഒരു സംസ്കാരത്തിലേക്കോ നമ്മൾ കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഭയം വരുന്നത്. ഇത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് ഈ ഭാരതീയതയിൽ ജീവിച്ചവർക്ക്. ഈ ഭാരതീയതയിൽ ജീവിക്കാത്തവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് കുഴപ്പം? ഞാനിപ്പോൾ അറബിക് സംസ്കാരം സ്വീകരിച്ച് അല്ലെങ്കിൽ ഞാനിപ്പോൾ പാശ്ചാത്യ സംസ്കാരം സ്വീകരിച്ച് അതിന് ഇവർക്കെന്താ കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അവർ ആ ചോദ്യമല്ല വാസ്തവത്തിൽ ചോദിക്കുന്നത്. അവർക്ക് അറിഞ്ഞൂടാ എന്താണ് ഭാരതീയത, ഭാരതീയ സംസ്കാരം. അപ്പോൾ ഇതിനെ മുഴുവനും മതവൽക്കരിക്കുകയാണ് പിന്നെ വേറൊരു കൂട്ടർ. അതിൽ നമ്മുടെ കുറച്ച് ഹിന്ദുക്കൾക്കും അതിൽ തെറ്റുണ്ട്. അതെന്താ വെച്ചാൽ അതിനെ മതവൽക്കരിക്കുകയാണ്. അവർ വിചാരം എന്ന് പറഞ്ഞാൽ ഈ മതം കാരണമാണ് അവൻ ആ സംസ്കാരത്തിലേക്കും ഈ സംസ്കാരത്തിലേക്കും പോകുന്നത്. അതല്ല, ആ മതം കാരണമല്ല പോകുന്നത്, അവൻ ഈ സംസ്കാരം അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഭാരതീയതയെ പറ്റി അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ മതപരമായിട്ട് അവന് വേറെ ദൈവങ്ങളെ വിശ്വസിച്ചാൽ പോലും ആ ഭാരതീയത അവനിൽ നിന്ന് പോവില്ല. അങ്ങനെയാണ് ഭാരതീയ ക്രിസ്ത്യാനിറ്റി, അങ്ങനെയാണ് ഭാരതീയ ഇസ്ലാം ഒക്കെ ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് നമുക്ക് റിലീജിയൻ്റെ കാണാൻ പറ്റും. ക്രിസ്തു ഭക്തന്മാരുണ്ട്, അവർ ബ്രാഹ്മണന്മാരാണ്, അവരിപ്പോഴും വെജിറ്റേറിയൻ കഴിക്കുന്നു, അവരുടെ സംസ്കാരം ഇപ്പോഴും അവരുടെ ബ്രാഹ്മിൻ കൾച്ചറാണ്, ബ്രാഹ്മിൻ സംസ്കാരമാണ്. പക്ഷേ
അവർ വിളിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവുമായിട്ടാണ് അവർക്ക് ബന്ധം. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഉടമ്പടിയിലാണ് അവർക്ക് ദൈവവുമായിട്ടുള്ള ഐക്യത കിട്ടുന്നത്. ഇനി ഇതേമാതിരിയുള്ള ഡെവലപ്പ് ചെയ്തൊരു മതമാണ് സിഖിസം എന്ന് പറയുന്നത്. അതിനും കുറേ പാരലൽസ് ഉണ്ട് ഇസ്ലാമുമായിട്ട്. മുസ്ലിംസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സൂഫിസം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം ഹൈബ്രിഡൈസ് ആകണം എന്നല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെ നമ്മളൊരു ദൈവത്തെ വിളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബലിയാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏത് ദൈവത്തെ വേണമെങ്കിലും വിളിക്കുകയും ഏത് ഫിലോസഫിയിൽ വേണമെങ്കിലും വിശ്വസിക്കുകയും. ഇപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അമേരിക്കയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കൈകൊണ്ടായിരിക്കും ചിലപ്പോൾ ആഹാരം കഴിക്കുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഫോർക്കും നൈഫ് വെച്ചിട്ടായിരിക്കും ആഹാരം കഴിക്കുന്നു, അല്ലേ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ ബീഡിയും വലിച്ച് സൈക്കിളായിരിക്കും പോകുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ വലിയ വലിയ കാറുകളിലും ഇതിലൊക്കെ നല്ല ബ്രാൻഡിയും വിസ്കിയൊക്കെ അടിച്ചിട്ടായിരിക്കും പോകും. സാംസ്കാരിക വ്യത്യാസമുണ്ട്, അല്ലേ? പക്ഷെ നമ്മളിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ല. അവനിപ്പോൾ ഈ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ സംസ്കാരം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മോദിജി അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാനൊരു പൊളിറ്റിക്കൽ പോയിൻ്റായിട്ട് പറയല്ല. നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്നുള്ളത് നമ്മളിൽ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. കാരണം നമ്മളത് അറിഞ്ഞിട്ടേ ഇല്ല. നമുക്കിപ്പോൾ ശ്രീരാമൻ്റെ കഥയിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ കിട്ടുന്നത് നമുക്ക് മോഹൻലാലിൻ്റെ മൂവി കാണുമ്പോഴാണ്. അതിൽ ചില ഈ ശ്രീരാമൻ്റെ കഥയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ടാവും. അത് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് ഇമോഷണൽ ആകും. നമ്മൾ വിചാരിക്കും അയ്യോ എന്തൊരു ത്യാഗപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്കൊരു സിമ്പതി എമ്പതി ഒക്കെ തോന്നും. അതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ അനുസരിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ പാശ്ചാത്യരെയും അവരുടെ സംസ്കാരവും പിന്നെ കമ്പാരിസണും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തോന്നുന്നത് എന്താണ്? ഔറംഗസേബ് ആവാനാണ് നമുക്ക് തോന്നുന്നത്, രാമനാവാനല്ല തോന്നുന്നത്. എന്താണ് ഔറംഗസേബ് ആവുക? ഔറംഗസേബ് ആവെന്ന് വെച്ചാൽ അച്ഛനെ അമ്മയും കൊന്നിട്ട് എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ എൻ്റെ പേര് എല്ലാവരും ഓർക്കത്തക്ക രീതിയിലൊരു സാമ്രാജ്യം എനിക്ക് പണിയണം. അതാണ് ഔറംഗസേബ്. രാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ എൻ്റെ ജനം എന്ന് രാജാവായി അംഗീകരിക്കുന്നു, അന്ന് എനിക്ക് രാജാവായി മതി. ജനങ്ങളുടെ ഒരു രാജാവുണ്ട്, കുടുംബത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു രാജാവുണ്ട്, പാർട്ടി രാജാവാക്കുന്ന ഒരു രാജാവുണ്ട്. ഇത് മൂന്ന് തലത്തിലുള്ള രാജാക്കന്മാരാണ്. പക്ഷെ ജനങ്ങളുടെ രാജാവ്, ജനഹൃദയങ്ങളെ ജയിച്ചവൻ, അവനാണ് യഥാർത്ഥ രാജാവ്. ആ ഹൃദയങ്ങളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വിടാൻ തയ്യാറാണ്, ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ആ സുഖവും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വനവാസത്തിലേക്ക് പോയി. അവിടെ നിന്ന് ആ രാവണനെ കൊല്ലുന്ന ആ സമയത്തും ആ രാവണൻ്റെ ദൈവത്തോട് ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അള്ളാഹുവിനോട് ചോദിച്ചിട്ട് വേണോ നമുക്ക് അള്ളാഹുവിൻ്റെ ആൾക്കാരെ കൊല്ലാൻ എന്ന് ചിന്തിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ ആൾക്കാർ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആൾക്കാരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സിഡ്നിയിൽ കുറച്ച് പേരെ കൊന്നപ്പോൾ ഈ അള്ളാഹുവിനോടോ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ യാഹ്വയോടോ ചോദിച്ചിട്ടാണോ അവർ ആ യുദ്ധത്തിന് പോകുന്നത്, കൊല്ലാൻ പോകുന്നത്? ഏതൊരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ബൈബിളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ദൈവമേ ഈ യുദ്ധം ആവശ്യമാണ്. ചില സമയങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ യുദ്ധങ്ങൾ പലതും നിന്നിട്ടുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം ഈ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതേമാതിരി ഭഗവത്ഗീതയിലും കൃഷ്ണനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന് പല ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഉണ്ട്. അവൻ്റെ മധുരയെ കീഴടക്കാനായിട്ട് ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ യുദ്ധത്തിന് പോകാതെ മധുര ഖാലിയാക്കിയിട്ട് ദ്വാരിക പണിയാനായിട്ട് പോകുന്ന ഒരു കൃഷ്ണൻ. ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന വ്യക്തിയെ ഈസി ആയിട്ട് വേണമെങ്കിൽ കൊല്ലാം. പക്ഷെ ആ യുദ്ധം കാരണം ഒരുപാട് പേര് നശിക്കും, അവിടെയും ഇവിടെയും. ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി മധുര വിട്ട് ദ്വാരിക പണിയാൻ പോകുന്ന ഒരു കൃഷ്ണൻ. അപ്പം നമ്മളെന്താ പറയുന്നത്?
മനോജ് എന്തോ ഈ കൃഷ്ണൻ്റെ കഥയൊക്കെ എതിരേറ്റ് കൊണ്ടുവരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇതൊക്കെ തന്നെയല്ലേ ചെയ്തത്, അല്ലേ? രണ്ട് കൂട്ടർ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടത്. അതല്ലേ സത്യം? അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ കണ്ണിൽ ഇപ്പോൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിലും ഒരു ക്രൈസ്തവ വിശ്വാസി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മനസ്സിലെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തോ സ്ത്രീകളെ ഇങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയും, പിന്നെ തുണിയില്ലാതെ നോക്കുന്ന ഒരു വ്യക്തിയും, പിന്നെ രണ്ട് കൂട്ടർ തമ്മിൽ തല്ലിക്കുന്ന ഒരു വ്യക്തിയും, എന്നിട്ട് അവിടെ എന്തോ ചാണക്യം കളിക്കുന്ന ഒരു വ്യക്തിയും, അങ്ങനെയൊക്കെയാണ് നമുക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ഞാനും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ട്. എങ്കിലും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ആ കൃഷ്ണനുള്ള എല്ലാ കാര്യങ്ങളും മോശമൊന്നുമല്ല. അതിൽ ചില നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. അത് നമ്മുടെ ബൈബിളിൽ നിന്ന് നമുക്ക് അതുമായിട്ട് സമമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അത് രണ്ടും ചേർത്ത് നമുക്ക് വായിക്കാം. ഇതൊരു ഇലസ്ട്രേറ്റീവ് സ്റ്റോറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചെയ്തുകൂടെ? അപ്പോൾ എന്താണ്, നമ്മളെ കേൾക്കുന്ന ആ വ്യക്തിക്കും നമ്മളെക്കുറിച്ച് ബഹുമാനം തോന്നും. കൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും. അപ്പോൾ ആ ദൈവം വേറൊരു ദൈവമാണ്. വൈഷ്ണവൈറ്റ്സും ശൈവൈറ്റ്സും ആ കാലഘട്ടത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ രാവണൻ്റെ ദൈവമാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ രാമൻ്റെ ദൈവമാണ്. രാമൻ തന്നെയാണ്. രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ വിഷ്ണുവിനോടല്ല ചോദിക്കുന്നത്, അവൻ്റെ ദൈവമായിരിക്കുന്ന ശിവനോടാണ് ചോദിക്കുന്നത്. രാവണൻ്റെ ദൈവമായിരിക്കുന്ന ശിവനോട്. അത് ഇവൻ്റെയും ദൈവമാകുന്നത് എങ്ങനെയാണ്? അതാണ് ആ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യത കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ. അന്നെന്ന് പറഞ്ഞാൽ ശിവനെ ഭജിക്കുന്നവരും വിഷ്ണുവിൻ്റെ ആൾക്കാരും ശാക്തമതക്കാരും ഒക്കെ മൂന്ന് മതം മാതിരിയാണ് ശരിക്കും പറഞ്ഞത്. അന്ന് ഫൈറ്റിങ്സ് ഉണ്ടായിരുന്നു, രാജാക്കന്മാർ തമ്മിൽ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുന്ന ഒരു സമയമാണ് ഈ രാവണൻ്റെ വധം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതാണ് രാവണനെ കൊല്ലണോ വേണ്ടിയോ എന്ന് ശിവനോട് പ്രാർത്ഥിക്കുന്ന ഒരു രാമൻ. ശിവനെന്ന് പറഞ്ഞാൽ രാമൻ്റെ ദൈവമല്ല, അവൻ്റെ ആ ഇത് പ്രകാരം നോക്കിയാൽ. പക്ഷെ അപ്പോൾ എന്താണ്, അതിനുള്ള പെർമിഷൻ മേടിച്ച ശേഷമാണ് രാവണനെ വധിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും അവൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത്, ആ ഭാര്യയെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അതിനു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും, അതിന് അവരുടെ കൾച്ചറിൽ പറഞ്ഞിരുന്ന എല്ലാ പരീക്ഷകൾക്കും തയ്യാറാകുന്ന ഒരു വ്യക്തി, ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കണം. അല്ലാതെ ആരെങ്കിലും എൻ്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്തു, ആരെങ്കിലും എന്നെ ചോദ്യം ചെയ്തു, ഉടനടി ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല, സീത ഇങ്ങോട്ട് പോരും, ഒരു കുഴപ്പമില്ല, അത് പറയുന്നവർ പലതും പറയും, അത് വിട്ട് ആ പറയുന്നവൻ്റെ വായ അടപ്പിച്ച് രാമനല്ല അടപ്പിച്ചത്, സീത അടപ്പിച്ചത്. ഇതാണ് ഞാൻ എൻ്റെ വൈഫിനോട് പണ്ട് പറഞ്ഞ കാര്യം. പക്ഷെ അവൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. എങ്ങനെയാണ് അടപ്പിച്ചത്? അങ്ങനെ ജീവിച്ചു. രാമൻ ഇല്ലാത്ത സമയത്തും രാമൻ്റെ ഭാര്യയായിട്ടാണ് സീത അവിടെയും ജീവിച്ചത്. അത് ആ രാവണൻ്റെ ആൾക്കാർക്ക് ഓൾറെഡി ബോധ്യം വന്നു കഴിഞ്ഞു. പക്ഷേ രാമൻ്റെ നാട്ടുകാർക്ക് ബോധ്യം വരണ്ടേ? ആ രാമൻ്റെ നാട്ടുകാർക്ക് ബോധ്യം വരാൻ എന്ത് പരീക്ഷയാണോ വേണ്ടത്, ആ അഗ്നി പരീക്ഷ അവൾ കടന്നു വന്നു. അവരുടെ വായ അടപ്പിച്ച്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, സീതയെ കൊച്ചാക്കി കാണിക്കുകയാണ് രാമായണം. ഒരിക്കലുമല്ല. സീതയെ മോശമാക്കി കാണിക്കുകയാണ് രാമായണം. ഒരിക്കലുമല്ല. സീതയ്ക്കൊരു സ്ഥാനവും തരുന്നില്ല രാമായണം. ഒരിക്കലുമല്ല. ഈ കഥയ്ക്കകത്ത്, ആ പ്രത്യേക സംഭവത്തിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സീതയുടെ ക്യാരക്ടറാണ്. സീതയുടെ ചാരിത്രം, ക്യാരക്ടർ, ആ സ്വഭാവം എന്താണ്. ഒരു കുഴപ്പമില്ല, ആ ടെസ്റ്റ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്നുവെച്ചാൽ ഭർത്താവിന് വേണ്ടിയാണ് ആ ടെസ്റ്റ് ജയിക്കുന്നതാണ് പല ആൾക്കാരുടെയും ധാരണ. അങ്ങനെയല്ല, സ്ത്രീത്വത്തിന് വേണ്ടിയും കൂടിയാണ് ജയിക്കുന്നത്. പിന്നെ ഭർത്താവ് അതിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഭർത്താവ് എന്തോ തെറ്റ് ചെയ്ത മാതിരിയാണ് ചില ആളുകൾ കാണുന്നത്. അങ്ങനെയല്ല. അതുപോലെ വിശ്വാസമുണ്ട് ശ്രീരാമന് സീതയെ. അവളൊരു തെറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിനകത്തൂടെ കടക്കാൻ സമ്മതിച്ചത്. അപ്പോൾ അത് പുറത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ആ മുടി വെട്ടുന്ന കക്ഷി, അവൻ്റെ വായ അടഞ്ഞില്ലേ? അങ്ങനെ ഇവരുടെയൊക്കെ വായ അടച്ചിട്ടാണ്
അവൻ രാജാവായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആർക്കും വേണ്ടാത്തതൊന്ന് പറയാനോ അവനെ ഉപദ്രവിക്കാനോ മനസ്സ് വരില്ല. നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് അവർ പോവുകയും പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ആ സ്റ്റോറി ഇപ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. എൻ്റെ മൊബൈൽ ഫോണിലെ ബാറ്ററിയും ഇപ്പോൾ തീരാറായി. പക്ഷെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഭാരതീയത നമ്മൾ സംരക്ഷിക്കണം. ആ ഭാരതീയതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒന്നാമത്തെ ആശയം. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് വാങ്ങിച്ചു തന്ന സ്വദേശം, സ്വരാജ്യം, എന്താ പറയുക, സെൽഫ് റിലയൻസ്, ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ വരണം. അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം.